അനുഗ്രഹിക്കട്ടെ. ജീവനേക്കാളേറെ തന്നു നീ എൻ കർത്താവേ, ഭൂമി സ്വർഗം തന്നിലും നീ മാത്രമാശ്രയം. ജീവനേക്കാളേറെ തന്നു നീ എൻ കർത്താവേ, ഭൂമി സ്വർഗം തന്നിലും നീ മാത്രം ആശ്രയം. മറ്റുള്ളോരെ ദർശിക്കുമ്പോൾ നോക്കുകെന്നെയും. മറ്റുള്ളോരെ ദർശിക്കുമ്പോൾ ഓർക്കുകെന്നെയും. പോകല്ലേ കടന്ന് നീ പ്രിയ യേശുവേ, മറ്റുള്ളോരെ ദർശിക്കുമ്പോൾ നോക്കുകെന്നെയും. പോകല്ലേ കടന്ന് നീ പ്രിയ യേശുവേ, മറ്റുള്ളോരെ ദർശിക്കുമ്പോൾ നോക്കുകെന്നെയും. യേശുനാഥാ, യേശുനാഥാ, എന്നപേക്ഷ മറ്റുള്ളോരെ ദർശിക്കുമ്പോൾ നോക്കുകെന്നെയും. മറ്റുള്ളോരെ ദർശിക്കുമ്പോൾ നോക്കുകെന്നെയും. നിൻ കൃപാസനത്തിൻ മുൻപിൽ വീണു കെഞ്ചുന്നേ, എൻ വിശ്വാസം ക്ഷീണിക്കുമ്പോൾ നീ സഹായിക്കേ. നിൻ കൃപാസനത്തിൻ മുൻപിൽ വീണു കെഞ്ചുന്നേ, എൻ വിശ്വാസം ക്ഷീണിക്കുമ്പോൾ നീ സഹായിക്കേ. യേശുനാഥാ, എന്നപേക്ഷ മറ്റുള്ള
നോക്കുകെന്നെയും ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപയൊന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപയൊന്നു മാത്രം യേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിൽ എന്തു നീ കണ്ടേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപയൊന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപയൊന്നു മാത്രം യേശുവേ എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിൽ എന്തു നീ കണ്ടേശുവേ എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിൽ എന്തു നീ കണ്ടേശുവേ ഒരു മാന്യതയും പറയാനില്ലായേ ഒന്നു മാത്രം യേശുവേ ഒരു മാന്യതയും പറയാനില്ലായേ ദയൊന്നു മാത്രം യേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ ഒരു യോഗ്യതയുമില്ലപ്പാ ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപയൊന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപയൊന്നു മാത്രം യേശുവേ അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ
യേശുവേ യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ ഓ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ യോഗ്യൻ നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു ഉയർത്തെന്നും ജീവിക്കുന്നു ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനെ മരണത്തെ ജയിച്ചവനെ ഉയർത്തെന്നും ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനെ യോഗ്യൻ നീ യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ ഈ പകൽക്കാലം പറഞ്ഞാട്ടെ കർത്താവേ അങ്ങ് മാത്രം യോഗ്യൻ എന്നെ തിരഞ്ഞെടുപ്പാനോ എന്നെ സ്നേഹിപ്പാനോ ഒന്നും എന്നിൽ ഒരു യോഗ്യതയും ഇല്ലായിരുന്നു കർത്താവേ എന്നെ കണ്ടതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ തിരഞ്ഞെടുത്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ അത് ഞങ്ങൾ തുറന്നൊന്ന് സ്തുതിച്ചാട്ടെ നമ്മൾ പാടിയതുപോലെ പോകല്ലേ കർത്താവേ എന്നെ കടന്നു പോകല്ലേ കർത്താവേ എന്നെ തൊടാതെ പോകരുതേ എന്നോട് സംസാരിക്കാതെ പോകരുത് അങ്ങ് ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ ആ കർത്താവിനെ ഒന്ന് വിളിച്ചാട്ടെ യേശുവേ ദാവീദ് പുത്രനോട് കരുണ തോന്നണമെന്ന് പറഞ്ഞപ്പോൾ പലരും അവനെ ശാസിച്ചു അവനെ അമർച്ച ചെയ്തു പക്ഷേ അതൊന്നും വകവെക്കാതെ അവനായിരുന്നു ആവശ്യക്കാരൻ ഒന്ന് നിലവിളിച്ചാട്ടെ കർത്താവേ എൻ്റെ ആവശ്യത്തിൻ്റെ മുമ്പിൽ അങ്ങ് നിന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ അങ്ങ് നിന്ന് എന്നോട് കരുണ കാണിക്കണമേ അങ്ങ് എന്നോട് കൃപ ചെയ്യണമേ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ താൻ തന്നെ പരീക്ഷിതനെ കഷ്ടമനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു ഇന്ന് പരീക്ഷയിലൂടെ കടന്നു പോകുന്നവരെ സഹായിപ്പാൻ നല്ലൊരു കർത്താവ് കൂടെയുണ്ട് നല്ലൊരു ദൈവം കൂടെയുണ്ട് കർത്താവിനോട് നിലവിളിച്ചാട്ടെ വചനം ഇങ്ങനെ പറയും എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ഒന്ന് വിശ്വാസത്തെ പ്രകടമാക്കിയാട്ടെ നിങ്ങളിലുള്ള വിശ്വാസത്തെ ദൈവത്തിലുള്ള വിശ്വാസത്തെ ഒന്ന് പ്രകടമാക്കിയാട്ടെ കർത്താവേ അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു വെള്ളിയാഴ്ച പകൽ പറഞ്ഞത് കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിനെ തട്ടി ഉണർത്തിയതുപോലെ കർത്താവേ എന്നെ ഒന്ന് ഉണർത്തണമേ എൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് എന്നെ ഒന്ന് അഴിച്ചുവിടണമേ എന്നെ ഒന്ന് സ്വതന്ത്രനാക്കണമേ എന്നെ ഒന്ന് രക്ഷിക്കണമേ കർത്താവേ ദൂതനെ അയച്ച് ദൈവം നേരിട്ടിറങ്ങി വന്ന് ഞങ്ങളുടെ കാര്യങ്ങളിലൊന്ന് പ്രവർത്തിക്കണമേ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ കർത്താവേ സ്വപ്നം കാണുന്നവരെ പോലെ
ഞങ്ങളുടെ മുമ്പിൽ വാതിലുകൾ ഞങ്ങൾക്കായി തുറക്കപ്പെടട്ടെ കർത്താവേ. അടഞ്ഞിരിക്കുന്നത് പുറത്തുവിടാതെ ബന്ധിക്കപ്പെട്ട ഇടത്ത് കർത്താവേ, ഞങ്ങളുടെ മുമ്പിലുള്ള വാതിലുകൾ ഞങ്ങൾക്ക് സ്വതവേ തുറക്കപ്പെടട്ടെ, ഞങ്ങൾക്ക് സ്വതവേ തുറക്കപ്പെടട്ടെ കർത്താവേ. സ്വപ്നം കാണുന്നത് പോലെ ദൈവത്തിൻ്റെ വഴികൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ കർത്താവേ. സാഹചര്യങ്ങൾ നോക്കിയൊന്ന് പറഞ്ഞാട്ടെ, എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകും, എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകും. ഇസ്രായേൽ ജനം കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നതുപോലെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വഴികളെ തുറക്കും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ഇന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഇന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഭവനത്തിൽ ദൈവ പ്രവർത്തികൾ വെളിപ്പെടും. ഞാൻ വിശ്വസിക്കുന്ന ഈ സഭയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, നിലവിളിക്കുന്നവർക്ക് വേണ്ടി നിന്ന് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെടും. പറഞ്ഞിട്ട് എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകും, എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകും. തളരാതെ വിശ്വാസത്തോടെ നിന്നാട്ടെ, വിശ്വാസത്തോടെ നിന്നാട്ടെ. വചനത്തിൽ വായിക്കുന്നത് പോലെ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുന്നത് പോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ തളർന്നു പോകുകയില്ല, ഞങ്ങൾ ക്ഷീണിച്ചു പോകുകയില്ല. കഴുകൻ ചിറകടിച്ച് പറക്കുന്നത് പോലെ ഞങ്ങൾ ഈ പ്രതിസന്ധിയുടെ മേൽ പറക്കും. യേശുവിൻ്റെ നാമത്തിൽ ആ വചനത്തെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു ഇന്ന് പകൽ. അത് ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അത് സംഭവിക്കട്ടെപ്പാ. അത് വിശ്വസിക്കുന്ന കരങ്ങളൊക്കെ ഒന്ന് ചേർത്തടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്, കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോലെ നടത്തുന്ന നല്ലൊരു ദൈവം. വാതിലുകൾ അടയുമ്പോൾ അത് സ്വപ്നം കാണുന്നവനെ പോലെ അത് നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്ന നല്ലൊരു കർത്താവ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങളൊക്കെ ഒന്ന് ചേർത്തടിച്ച് പറഞ്ഞാട്ട് എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകും. ഓ നന്ദി കർത്താവേ, Oh, we thank you, Jesus. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ഓ തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോൽ, ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോൽ എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. ഓ എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ഓ തളരാതെ നിന്നാൽ, ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ, വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. ഓ എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം
നാം ലജ്ജിച്ചു പോകയില്ല. ഓ തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. ആരുമില്ലാതേകനാകുമ്പോൾ കൂടെയുണ്ടെന്നാരുളിയവൻ. ആരുമില്ലാതേകനാകുമ്പോൾ കൂടെയുണ്ടെന്നാരുളിയവൻ. എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. ഒന്നുമില്ലായ്മയിലും ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോൽ. ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോൽ എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. ഓ എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ള. വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ. വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. ഓ എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. ആരുമില്ലാതേകനാകുമ്പോൾ കൂടെയുണ്ടെന്നാരുളിയവൻ. ആരുമില്ലാതേകനാകുമ്പോൾ കൂടെയുണ്ടെന്നാരുളിയവൻ. എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ. വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ. വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ. വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോൽ എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. ഓ എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ള. ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോൽ. ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോൽ
ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം പൊരുതും മശിഹ രാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം പൊരുതും. ഭയമെല്ലാം മാറും, ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം പൊരുതും മശിഹ. ഭയമെല്ലാം മാറും, ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം പൊരുതും മശിഹ രാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. കർത്താവേ, ദൈവസാന്നിധ്യം രാജാവുള്ള ഇടത്ത് രാജകോലാഹലമുണ്ടെങ്കിൽ, നീതിമാന്റെ കൂടാരങ്ങൾ ഉല്ലാസത്തിന്റെ ഘോഷമുണ്ടെങ്കിൽ, അത് ഞങ്ങളുടെ ഭവനങ്ങളിൽ, അത് ഞങ്ങളുടെ മേൽ, അത് ഞങ്ങളുടെ ഭവനങ്ങളിൽ വെളിപ്പെടട്ടെ. കർത്താവേ, ഭയമെല്ലാം മാറിപ്പോകട്ടെ, നിരാശ നീങ്ങിപ്പോകട്ടെ, അടഞ്ഞവ തുറന്നു വരട്ടെ. മഹത്വത്തിന്റെ രാജാവേ, മഹത്വത്തിന്റെ രാജാവേ, നീ അടച്ചാൽ ആർക്കും തുറക്കുവാൻ കഴിയുകയില്ലല്ലോ. എന്റെ ദൈവം അടച്ചാൽ ആർക്കും തുറക്കുവാനും കഴിയുകയില്ലല്ലോ. ഞങ്ങൾക്ക് വേണ്ടി അടഞ്ഞവയെ തുറക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന വാതിലുകൾ ഞങ്ങൾക്കായി തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഞങ്ങൾക്കായി ശുശ്രൂഷ ചെയ്യട്ടെ. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. തീച്ചൂളയിൽ ഇറങ്ങി ദൈവത്തിന്റെ ദൂതൻ, ദൈവത്തിന്റെ സാന്നിധ്യം അത് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇറങ്ങട്ടെ, ഭവനങ്ങളിൽ ഇറങ്ങട്ടെ. കാരാഗ്രഹത്തിൽ ഇറങ്ങിയ ദൈവത്തിന്റെ ദൂതൻ ചങ്ങലകളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്നതുപോലെ, ചങ്ങലകളെ പൊട്ടിച്ച് പുറത്തു വന്നതുപോലെ രോഗക്കെണിയിൽ നിന്ന് പുറത്തു വരട്ടെ, പാപക്കെണിയിൽ നിന്ന് പുറത്തു വരട്ടെ, ശാപക്കെണിയിൽ നിന്ന് പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ എല്ലാ നിരാശയിൽ നിന്നും പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിരാശയിൽ നിന്ന് പുറത്തു വരട്ടെ. ദുഷ്ടൻ കൊണ്ടിട്ടിരിക്കുന്ന ദുഷ്ടാലോചനയിൽ നിന്ന് പുറത്തു വരട്ടെ. യേശുവേ വന്ന് വാഴണമേ. യേശുവിന്റെ നാമത്തിൽ
യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങളോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, അത് പുറത്താക്കപ്പെടട്ടെ, അത് പുറത്താക്കപ്പെടട്ടെ. നിരാശകൾ പുറത്താക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഭയങ്ങൾ മാറിപ്പോകട്ടെ. ദൈവം ജീവിപ്പിക്കുന്ന ദൈവം കൂടെയുള്ളതിനാൽ രാജാതിരാജാവേ, കർത്താതി കർത്തനെ, 7 പൊൻ വിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നവനെ, ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, രാജാതിരാജാവേ, കർത്താതി കർത്തനെ, എല്ലാ മുട്ടും മടങ്ങുന്ന നാമമുള്ളവനെ, എല്ലാ നാമത്തിനും മേലായ നാമമുള്ളവനെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ജനം ആർപ്പിട്ടപ്പോൾ മതിലുകൾ വീണതുപോലെ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിനെ നോക്കി യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധനെ, 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 പരിശുദ്ധനെ. ശരീരം ബലപ്പെടട്ടെ, മനസ്സ് ബലപ്പെടട്ടെ. എല്ലാ കളകളും, ദുഷ്ടൻ വിതച്ച എല്ലാ കളകളും യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അത് ചാരമായി പോകട്ടെ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള വചനത്തെ ഡിക്ലെയർ ചെയ്യുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവരക്ഷ പ്രാപിക്കും, ഞങ്ങൾ ജീവരക്ഷ പ്രാപിക്കും, ഞങ്ങൾ ജീവരക്ഷ പ്രാപിക്കും. നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. നന്ദി കർത്താവേ. പരിശുദ്ധനെ, 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 പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ഓ പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ഓ പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ഓ യോഗ്യനെ, 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 അങ്ങേക്ക് ആരാധന. പരിശുദ്ധനെ, അങ്ങേക്ക് ആരാധന. കുഞ്ഞാടെ, അങ്ങേക്ക് ആരാധന. രാജാതി രാജനെ, അങ്ങേക്ക് ആരാധന. കർത്താതി കർത്തനെ, അങ്ങേക്ക് ആരാധന. സൃഷ്ടാവേ, അങ്ങേക്ക് ആരാധന. മഹത്വത്തിന്റെ രാജാവേ, അങ്ങേക്ക് ആരാധന. എല്ലാ നാമത്തിനും മേലായ നാമമുള്ളവനെ, അങ്ങേക്ക് ആരാധന. സ്തുതികൾക്ക് യോഗ്യനെ, അങ്ങേക്ക് ആരാധന. സൈന്യങ്ങളുടെ ദൈവമേ, അങ്ങേക്ക് ആരാധന. വീര്യം പ്രവർത്തിക്കുന്നവനെ, അങ്ങേക്ക് ആരാധന. വീര്യഭുജത്താൽ തന്നെ ജനത്തെ നയിച്ചവനെ, അങ്ങേക്ക് ആരാധന. പാറയിൽ നിന്ന് വെള്ളം പൊഴിച്ചവനെ, അങ്ങേക്ക് ആരാധന. കാറ്റടിപ്പിച്ച് ജനത്തിന്റെ കൂടാരത്തിന്റെ മുമ്പിൽ അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടുവന്ന ദൈവമേ, അങ്ങേക്ക് ആരാധന. മരുഭൂമിയിൽ കരുതിയ ദൈവമേ, അങ്ങേക്ക് ആരാധന. തീച്ചൂളയിൽ ഇറങ്ങിയ ദൈവമേ, അങ്ങേക്ക് ആരാധന. സിംഹത്തിന്റെ കൂട്ടിൽ ഇറങ്ങിയവനെ, അങ്ങേക്ക് ആരാധന. മരുഭൂമിയെ മലർവാടിയാക്കുന്ന ദൈവമേ, അങ്ങേക്ക് ആരാധന. മരുഭൂമിയെ മലർവാടിയാക്കുന്ന ദൈവമേ, അങ്ങേക്ക് ആരാധന. ശൂന്യതയിൽ നിന്ന് സകലത്തെ വിളിച്ചു വരുത്തിയവനെ, അങ്ങേക്ക് ആരാധന. മരിച്ചതിനെ ജീവിപ്പിക്കുന്നവനെ, അങ്ങേക്ക് ആരാധന. ഒന്നുമില്ലായ്മയിൽ സകലത്തെ വിളിച്ചു വരുത്തിയവനെ, അങ്ങേക്ക് ആരാധന. എല്ലാ ശത്രുവിന്റെ കെട്ടുകളും
Durabala Hana Durabala Bala Raja Vidabala Ringamana Shamdaraja Vidabala Bala 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 Vamdana Vuda Varigadu Vamdana Vuda Varigana Vamdana Vuda Varigadu Bala Bala Yuda Raga Naga Riba Dala Vuda Bala Hida Bala Hada Riba Shektamaya Rathane Uyiruttu Shektamaya Rathane Uyiruttu Abhishekam Jodikattu ആത്മതലം വെളിപ്പെടട്ടെ പരിശുദ്ധാത്മ പ്രവൃത്തി വെളിപ്പെടട്ടെ റൂബാനാക ധൂരാബാല ഹഡാബാല ധീരാബാല ജീവന വന്ദന വൈഡവ രന്ദന വൈഡവ രന്ദന വൈഡവ റിക്തന വന്ദന വൈഡവ ജീവാരേക ശിഖാദാല ഭാരാബാല ജൂഡാബാല ജീവാരേക ധൂരാബാല ഭാര ധീര ധാലകാര ഉഡാബാല ധീരാബാല ഹഡാബാല ജൂഡാബാല ജീവാരേക ധൂരാബാല വൈഡാബാല ഹംദരേ Hibaragada Vaidabala Regada Regada Vaidabalava O Rikatana Shaba Rikatana Parisuthalma Pravartikanu Parisuthalma Pravartikanu Parisuthalma Pravartikanu Parisuthalma Pravartikanu Atmavu touch ചെയ്യുന്നു ജനത്തെ തൊടുന്നു ജനത്തെ സ്പർശിക്കുന്നു Uda bala 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 gadago. Dibara bala 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 gadago shamdale. Chuda bala 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 gadago siye. Dibara bala 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 gadago. Oh, ribala bala 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 bala. Dibi dibi gadago shamdale. Ribala bala bala gadaga shamdale Dibaraga dibadale shekene Oh Ribadale Shakanase Riba Shakene Oh Riba Ladale Jibaraga Lagadaga Shamdale Hibala Tanere Bala 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 Gadaga Shamdale Riba Rekana Santane Hori Baladala Gadaga Shamdale ആരാധനയും സ്തുതിയും ഇവിടെ ഉയരുന്നല്ലോ സ്തോത്രധ്വനികൾ ഇവിടെ ഉയരുന്നല്ലോ ഇന്ന് പകൽ എത്ര പേര് കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ അനുഭവിക്കുന്നുണ്ട് നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എത്ര പേർക്ക് കഴിയും നാം ഇങ്ങനെ പാടുവാനിടയായി ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോലെ എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട് പൗലോസ്ലീഹയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ഇങ്ങനെ പറയുന്ന ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിക്കാനും എനിക്ക് അറിയാം തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു ചിലപ്പോൾ ജീവിതത്തിൽ ശൂന്യതകൾ വരും പോരായ്മകൾ വരും ഒന്നുമില്ലാത്ത അവസ്ഥകൾ വരും ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ പ്രതികൂലമാകും ബുദ്ധിമുട്ടുകൾ വരും തൃപ്തിയില്ലാത്ത അവസ്ഥ വരും വിശന്നിരിക്കുന്ന അവസ്ഥ വരും എന്നാൽ ഇന്ന് പകൽ എത്ര ദൈവമക്കൾക്ക് പറയാൻ കഴിയും ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോലെ നടത്തുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ വീട്ടിനകത്തെ ശൂന്യത ഇരു ചെവി അറിയാതെ എൻ്റെ വീട്ടിനകത്തെ ശോചനീയാവസ്ഥ എൻ്റെ ബലഹീനത അത് ഇരു ചെവി അറിയാതെ എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട് ഒന്നുമില്ലാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നിരാശപ്പെടുത്തുന്ന അവസ്ഥകൾ വരുമ്പോൾ ചിലപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ വരും ശൂന്യതയുടെ അവസ്ഥകൾ വരും
ഒഴിഞ്ഞ പാത്രങ്ങളായിരിക്കും ചിലപ്പോൾ ഉള്ളത്. വീട്ടിനകത്തൊന്നുമില്ലായിരിക്കാം. എന്നാൽ ഉള്ള അവസ്ഥയിൽ ഇരിപ്പാൻ ശീലിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അകത്തെ നൊമ്പരങ്ങളെ കർത്താവ് അറിയുന്നുണ്ട്. എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? എന്റെ ഉള്ള അവസ്ഥകളിൽ എല്ലാം ശീലിച്ചവനെ പോലെ ഞാൻ ആയിരിക്കുന്നു. ഇന്ന് പകൽ ഭാരപ്പെടേണ്ട ദൈവമക്കളെ, നിരാശപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, തുറന്നു പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അവൻ എന്നെ നടത്തും. ഒന്നുമില്ലായ്മയിൽ എന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. അത് പറയുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും. അത് പറയുമ്പോഴാണ്, ഉള്ളത് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നിന്റെ വീട്ടിൽ എന്തുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഇത്രയും വാക്കുകൾ ഉരുവിട്ടിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. I can do all things in him. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. He who strengthened me. ഇന്ന് പകല കരമുയർത്തി എന്ന് പറയാമോ? എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. താഴ്ചയിലും സമൃദ്ധിയിലും എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. അത് പറയുമ്പോൾ ഇവിടെ സൗഖ്യം വ്യാപരിക്കും കേട്ടോ. അത് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ രോഗശാന്തി അനുഭവിക്കും. അത് പറയുമ്പോൾ മനസ്സിന്റെ ഭാരങ്ങൾ മാറും. എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഉള്ള അവസ്ഥയിൽ ഇരിപ്പിട്ടുണ്ട്. ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോലെ നടത്തുന്നു. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് ഉയർത്തിക്കേ. കർത്താവിനെ ഒന്ന് ഉയർത്തിക്കേ. ശൂന്യതയായിരിക്കാം വീട്ടിനകത്ത്, ശൂന്യതയും നിരാശയും കാണാം. എങ്കിലും പറയണം, എല്ലാം ഉണ്ട്. എല്ലാം ഉള്ളവനെ പോലെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോ, ഒന്നുമില്ലായ്മയിലും കരമുയർത്തി എത്ര പേര് പറയും? എല്ലാം ഉള്ളവനെ പോ, എന്നെ നടത്തുന്നവൻ വിശ്വാസത്തോടെയും കൂടെയുള്ളവൻ. വിശ്വാസത്തോടെ എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോലെ എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിന്റെ കൂടെയുണ്ട്. കർത്താവിന്റെ കൂടെയുണ്ട്. ഉറപ്പുള്ളവർ അങ്ങനെ ഒന്ന് പറയാമോ? ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോലെ നടത്തുന്നു. ആ കർത്താവിന്റെ കൂടെയുണ്ട്. ഇന്നലെ കൂടെയുണ്ടായിരുന്നു, ഇന്ന് കൂടെയുണ്ട്, നാളെ കൂടെ ഇരിക്കും. വിശ്വസിച്ചാമൻ പറയുന്ന എത്ര പേരുണ്ട്? ഓ, ഇന്നലെ കൂടെ ഇരുന്നവൻ, അതെ, ഇന്ന് കൂടെ ഇരിക്കുന്നവൻ, നാളെ കൂടെ ഇരിക്കുന്നവൻ. കരമുയർത്തി ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സന്തോഷമുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ. ഉള്ള അവസ്ഥയിൽ എല്ലാം ഉള്ളവനെ പോലെ. ബാങ്കിന്റെ ബാലൻസ് ഒന്നും നോക്കണ്ട, കടങ്ങളെ നോക്കണ്ട, ഭാരങ്ങളെ നോക്കണ്ട, ഭവനത്തിനകത്തെ സാഹചര്യങ്ങളെ നോക്കണ്ട. എല്ലാം ഉള്ളവനെ പോലെ ഇന്ന് പകൽ എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? നിരാശയുടെ ഹല്ലേലൂയ അല്ല പറയേണ്ടത്. നമ്മളെ ഒരാൾ കാണുമ്പോൾ നിരാശയുടെ ഹല്ലേലൂയ അല്ല ഉയർത്തേണ്ടത്. ഭാരത്തിന്റെ ഹല്ലേലൂയ അല്ല. എല്ലാം ഉള്ളവനെ പോലെ. എല്ലാം ഉള്ളവനെ നോക്കിയാൽ അറിയാം. സ്തോത്ര, അവനൊരു കോൺഫിഡൻസ് അല്ലേ? ഉറപ്പുണ്ട്, ഉറപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ഒന്നുമില്ലായ്മയിൽ എൻ്റെ കർത്താവ് കൂടെയുണ്ടെങ്കിൽ സകലവുമുണ്ട്. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഞാൻ സകലത്തിനും മതിയാകുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്?
ശക്തിയോടെ കരമുയർത്തി മുഴുവൻ ശബ്ദത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തേ. ഹല്ലേലൂയ. ദൈവവചന ചിന്തകളിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ഈ ശബ്ദം യൂട്യൂബില് സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. വിങ്ങിയ ഹൃദയവുമായിട്ട് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം അതുപോലെ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. എത്ര പേര് അനുഭവിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എത്ര പേര് അനുഭവിക്കുന്നുണ്ട്? നിറ കണ്ണുകളിലൂടെ ഞാനിവിടെ നിൽക്കുന്നത്. ഒരു വലിയ ദൈവ സാന്നിധ്യം ഇവിടെ അനുഭവിക്കുന്നുണ്ട് ഇന്ന് പകൽ. അതുകൊണ്ട് ഞാനൊരു ഒത്തിരി കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് പ്രസംഗിക്കാൻ. പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഒത്തിരി 2-3 മണിക്കൂർ ഒന്നും പ്രസംഗിച്ചാൽ തീരുകയില്ല. എന്നാൽ കർത്താവ് മാത്രം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽ എന്നെ ബലപ്പെടുത്തണം. ബോസ് ബ്രദർ ഇവിടെ പാടി, കൃപാക്കടലേ നിന്റെ തീരത്ത് ഞാൻ അനേക നാളായി കാത്തിരിപ്പു നിന്നെ, മടങ്ങുകില്ല ഇവിടുന്ന് ഞാൻ, മടങ്ങുകില്ല ഇവിടുന്ന് ഞാൻ, മടങ്ങത്തില്ല. കാരണം എന്താ? മടങ്ങാത്ത എന്താ? കൃപാക്കടലേ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, എന്നെ ഒന്ന് തൊടണം, എന്നെ ഒന്ന് തൊടണം. കർത്താവിൻ്റെ സ്പർശനം എൻ്റെ മേൽ വരണം. ആ സ്പർശനത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. അങ്ങനെയുള്ളവർ കരമുയർത്തിയൊന്ന് സ്തോത്രം ചെയ്തേ. ഇന്ന് പകലൊരു സ്പർശനത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. സ്പർശനത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. സ്പർശനത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. 25-ാം സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ ഞാൻ മുഖവര കൂടാതെ ഒരു സന്ദേശത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 25-ാം സങ്കീർത്തനം ഇവിടെ പാടി അതിൻ്റെ 12, 13, 14 വാക്യങ്ങൾ ഇവിടെ ശബ്ദമുയർത്തി മൈക്കിലൂടെ വായിപ്പാൻ കഴിയുമെങ്കിൽ ശബ്ദമുയർത്തി വായിക്കുമല്ലോ. 25-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 12, 13, 14 വാക്യങ്ങൾ. 25-ാം സങ്കീർത്തനം അതിൻ്റെ 12, 13, 14 വാക്യങ്ങൾ. യഹോവ ഭക്തനായ പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും, അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. യഹോവയുടെ സഹിതം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. ഈ വചനങ്ങളെ ഓർത്ത് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തേ. ഈ വചനങ്ങളെ ഓർത്ത് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം പോരാ, എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് നയിക്കുന്നത് പോലെ ഞാൻ ആത്മീക ചിന്തകൾ പകരാം. ഒരു വാക്ക് എന്നെ പിടിച്ചു കുലുക്കി. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആ വാക്യം POC ബൈബിളിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു: കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി അവിടുന്ന് കാണിച്ച് കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും, അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. 14-ാം വാക്യം, കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. ഇത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാനിതിങ്ങനെ ഇവിടെ വായിക്കട്ടെ. സ്തോത്രം.
യഹോവയുടെ ഫ്രണ്ട്ഷിപ്പ് തൻ്റെ ദാസന്മാർക്ക്, തന്നെ ഭയപ്പെടുന്നവർക്ക് ഉണ്ടാകും. 5 കാര്യങ്ങൾ ആ വചനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ സങ്കീർത്തനത്തിൽ തന്നെ വിശദമായി ഭക്തന്റെ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതകൾ കൊടുത്തിട്ടുണ്ട്. ഭക്തന്റെ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഭക്തൻ പ്രാർത്ഥിച്ചത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. 4-ാമത്തെ വാക്യത്തിൽ ഒരു പദം കാണുന്നുണ്ട്, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. ഞാൻ അതെന്തിനാ പറയുന്നെന്ന് ചോദിച്ചാൽ, ഒരു ഭക്തൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ആയിരിക്കണം. നിന്റെ വഴികളെ എന്നെ അറിയിക്കണം, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്, ഷോ മീ യുവർ വേസ്, നോട്ട് ടീച്ച് മീ യുവർ പാത്ത്. ഷോ മീ ആൻഡ് ടീച്ച് മീ. കരങ്ങൾ ഉയർത്തി ഒന്ന് പറയാമോ? ഷോ മീ ആൻഡ് ടീച്ച് മീ. നിന്റെ വഴികളെ എന്നെ ഒന്ന് കാണിക്കണം. എന്നെ അവിടുന്ന് ഒന്ന് പഠിപ്പിക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണം, കർത്താവിനെ പഠിപ്പിക്കണം. പ്രാർത്ഥിക്കുവാൻ പറ്റിയ ഒരു വാചകമാണ്, പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു വാചകം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്, ഭൗതിക കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇവിടെ ഭക്തൻ ഭൗതികമായ ഒരു കാര്യവും പ്രാർത്ഥിക്കാതെ പറയുകയാണ്, കർത്താവിൻ്റെ വഴി എന്നെ ഒന്ന് കാണിക്കണം. ഷോ മീ യുവർ വേസ്. 2-ാമത് പറയുന്നു, നിന്റെ വഴി എന്നെ കാണിക്കുക മാത്രമല്ല, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണം. ടീച്ച് മീ യുവർ വേസ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ദൈവമക്കളെ? അവരെ ദൈവം നടത്തിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും, ദൈവം പ്രവർത്തിച്ചുകൊള്ളും. ജീസസ്. കണ്ടീഷണൽ പ്രെയർ അല്ല പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ യാക്കോബ് ഉൽപ്പത്തി 28 പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ ദേശത്തേക്ക് എന്നെ മടക്കി വരുത്തിയാൽ ഞാൻ നിന്റെ നാമത്തിന് ഇവിടെ ആലയം പണിയും, പിന്നെ ഞാൻ ദശാംശമൊക്കെ തരും, ഞാൻ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെലവിട്ടോളാം, കൊടുത്തോളാം. അതൊരു കണ്ടീഷനിലായിരുന്നു. അപ്പം കർത്താവിനെ അനുഗ്രഹിച്ചാൽ ഞാൻ എന്ത് ചെയ്തോളാം? ഞാൻ പ്രവർത്തിച്ചോളാം, ഞാൻ കർത്താവിന് വേണ്ടി എന്തായാലുമൊക്കെ ചെയ്തോളാം. പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എല്ലാം കട്ട് ചെയ്യും. യാക്കോബിൻ്റെ ആ പ്രാർത്ഥന ഞാൻ രാവിലെ ആ വചനത്തിലൂടെയൊക്കെ ചിന്തിപ്പാനിടയായി. എന്നാൽ ഇവിടെ ഭക്തൻ പറയുന്നത് അങ്ങനെയല്ല. എനിക്ക് കാണേണ്ടതും പഠിക്കേണ്ടതും ഒറ്റ കാര്യം, ദൈവത്തിൻ്റെ വഴി എന്നെ കാണിക്കണം, ദൈവത്തിൻ്റെ ഉപദേശത്തിൽ എന്നെ ഒന്ന് നടത്തണം, എന്നെ കാണിക്കുകയും എന്നെ പഠിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങിയിട്ട് ഒരു ഉറപ്പ് പറഞ്ഞു, കർത്താവിനെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ജീവിതത്തിൽ വെറുതെ ദ്രോഹിക്കുന്ന അനുഭവങ്ങൾ പലരുടെ ജീവിതത്തിലും ഉണ്ടാകും. പല ദൈവമക്കളുടെ ജീവിതത്തിലും വെറുതെ ദ്രോഹിക്കുന്ന അനുഭവങ്ങൾ, അത് ഓഫീസിലായിരിക്കും, ജോലിയിലായിരിക്കും, സഹപ്രവർത്തകരുടെ ഇടയിലായിരിക്കും, കൂട്ടുകാരുടെ ഇടയിലായിരിക്കും. ചിലരൊക്കെ സഹികെട്ടിരിക്കും. കൂട്ടുകാരുടെ ഇടയിൽ തന്നെ ചിലർ എന്ത് ചെയ്യും? 1-2 പേരെ മാത്രം ചിലർ എന്ത് ചെയ്യും? ഞോണ്ടിക്കൊണ്ടിരിക്കും, ഉപദ്രവിച്ചു കൊണ്ടിരിക്കും, അസഹനീയമായിട്ടൊക്കെ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അതുപോലെയുള്ള അനുഭവങ്ങൾ വരും. ഞാൻ ഇന്ന് പകൽ ചേർത്ത് പറയട്ടെ, കർത്താവ് ദൈവത്തെ കാത്തിരിക്കുന്നവരെ ലജ്ജിപ്പിക്കത്തില്ല.
പക്ഷെ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ഈ സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും വലിയൊരു ചിന്തയാണ്. ചിന്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു പ്രേരണ നൽകിയത് കർത്താവുമായി കൂട്ടുകൂടി നടക്കുന്ന ഒരു അനുഭവമാണ്. കർത്താവുമായി ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കുന്ന അനുഭവമാണ്. അപ്പൊ ആർക്ക് കർത്താവുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും? നല്ലൊരു ഫ്രണ്ടിനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? നല്ലൊരു ഫ്രണ്ടിനെ എനിക്ക് വേണം. നല്ലൊരു ഫ്രണ്ട്, നല്ലൊരു ഫ്രണ്ട്. ഇവിടെ യഹോവ ഭക്തന് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടും. ആർക്കാ നല്ല ഫ്രണ്ടിനെ കിട്ടുന്നേ? ഹലോ കുഞ്ഞുങ്ങളെ, നല്ല ഫ്രണ്ടിനെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചു വിടുമ്പോൾ, സ്കൂളിൽ വിടുമ്പോൾ, പ്രത്യേകിച്ച് ഉപരിപഠനങ്ങൾക്ക് വിടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വാചകമാണ്: പോകുന്ന വഴികളിൽ നല്ല ഫ്രണ്ട്സിനെ കിട്ടണം, പോകുന്ന വഴികളിൽ നല്ല കൂട്ടായ്മ കിട്ടണം. അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥിക്കും, കർത്താവേ അവർക്ക് നല്ലൊരു കൂട്ടായ്മ വേണം, അവർക്ക് നല്ല ഫ്രണ്ട്സിനെ ഒരുക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിച്ചു വിടാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലോ കോളേജിലോ പോകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതും അങ്ങനെ ആയിരിക്കണം, നല്ല കൂട്ടുകാരെ ഒന്ന് കൊടുക്കണം എന്ന്. ഇവിടെ സങ്കീർത്തനക്കാരൻ നല്ലൊരു കൂട്ടുകാരനെ കിട്ടി. നല്ലൊരു കൂട്ടുകാരൻ. അതാണ് ഇവിടെ നാം വായിപ്പാനായിട്ടിടയായി തീർന്നത്. 12 മുതലുള്ള വാക്യങ്ങളിൽ, 12, 13, 14 വാക്യങ്ങളിൽ. അപ്പൊ ആർക്കാ നല്ല ഫ്രണ്ടിനെ കിട്ടുന്നത്? യഹോവ ഭക്തനായ ഒരു മനുഷ്യന് നല്ലൊരു സ്നേഹിതനെ ലഭിപ്പാനിടയായി തീരും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ നല്ല ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്. എല്ലാവർക്കും ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാവരും ഓരോ പേരുകൾ പറയും. കുഞ്ഞുങ്ങൾ പറയും ഓരോ പേരുകൾ പറയും, പ്രായമുള്ളവർ പറയും ഓരോ പേരുകൾ പറയും. ഞങ്ങൾക്കും പറയാനുണ്ട്. ആമേൻ. ഓരോ പേരുകൾ പറയാനായിട്ടുണ്ട്. നല്ല ഫ്രണ്ടിന്റെ പേരില്ലേ? നല്ല ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും പറയാറുണ്ട്. പക്ഷെ ഇന്ന് പകൽ ഞാനൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ ഇവിടെ വരച്ച് കാട്ടുകയാണ്. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ ഒരു ദൈവ പൈതലിന്, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ദൈവ പൈതലിന് ഇങ്ങനെ പറയുവാനായിട്ട് കഴിയണു: ദൈവത്തിന്റെ സഹിതം, യെസ്, ദൈവത്തിന്റെ കൂട്ടായ്മ, ദൈവത്തിന്റെ ഫ്രണ്ട്ഷിപ്പ്, ഒരു ദൈവഭക്തനായ ഒരുവനുണ്ടാകും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ദൈവമക്കളെ? ഇന്ന് പകൽ കൂട്ടുനിർത്തി ആരും അടുക്കാതിരിക്കുന്നെങ്കിലും മാറി നിൽക്കുന്നെങ്കിലും നല്ലൊരു ഫ്രണ്ടിനെ ചേർത്ത് നിർത്തി ആ ഫ്രണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് ഇന്ന് പകൽ ഇവിടുന്ന് മടങ്ങാവോ? ആരാ യഹോവ ഭക്തൻ? യഹോവ ഭക്തനാണ് ആരെ കിട്ടുന്നത്? നല്ല ഫ്രണ്ടിനെ കിട്ടുന്നത്, നല്ല സ്നേഹിതനെ കിട്ടുന്നത്. ആർക്കാ? ഞാൻ ഇങ്ങനെ പറയാം, എല്ലാറ്റിലും ഉപരിയായി യേശു ക്രിസ്തുവിനെ ഭയപ്പെടുന്ന വ്യക്തി, എല്ലാറ്റിലും ഉപരിയായി യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന വ്യക്തി, ജീവിതത്തിൽ എല്ലാറ്റിലും ഉപരിയായി യേശു ക്രിസ്തുവിനെ അനുസരിക്കുന്ന വ്യക്തി. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ജീവിതത്തിൽ അതിന് തയ്യാറാകാമോ? ജീവിതത്തിൽ എല്ലാറ്റിലും ഉപരിയായി കർത്താവിനെ ഭയപ്പെടുന്നു, ജീവിതത്തിൽ എല്ലാറ്റിലും ഉപരിയായി കർത്താവിനെ അനുസരിക്കുന്നു. Fear the Lord, obey the Lord. ദൈവത്തെ അനുസരിക്കുന്നു. Love the Lord, ദൈവത്തെ സകലത്തിലുപരിയായി സ്നേഹിക്കുന്നു. യെസ്, അങ്ങനെയുള്ളവർക്ക് പറയാനായിട്ട് കഴിയും, ദൈവഭക്തന്റെ ലക്ഷണമാണത്. റെവറൻസ്, ബഹുമാനം, എല്ലാറ്റിലുപരിയായി ദൈവത്തെ
ബഹുമാനിക്കുന്നവൻ അവർക്ക് പറയാനായിട്ട് കഴിയും, അവരാണ് ഒരു യഹോവാ ഭക്തനെന്ന്. ദൈവത്തെ സകലത്തിലും അധികമായി ഭയപ്പെടുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും യഹോവ ഭക്തന്റെ ഒരു ലക്ഷണമാണെന്ന്. പിന്നെ അബ്രഹാം നിലം വരെയൊക്കെ കുനിഞ്ഞെന്ന് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവസ്നേഹം പ്രദർശിപ്പിക്കുന്നതും ബഹുമാനിക്കുന്നതും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുന്നതുമൊക്കെ ഒരു ദൈവഭയത്തിൻ്റെ ഭാഗമായിട്ടും വരുന്നതാണ്. ഓക്കെ, 5 കാര്യങ്ങൾ ആ ഭാഗത്ത് വരച്ചു കാട്ടുന്നു. 5ഉം വിശദമാക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഒറ്റ കാര്യം മാത്രം എടുത്തു പറയാനാണ് ആഗ്രഹിക്കുന്നത്. ആ വാക്യത്തിൽ ദൈവഭക്തന് കൊടുക്കുന്ന 5 വിധ അനുഗ്രഹങ്ങൾ അവിടെ കാണുന്നുണ്ട്. ദൈവഭക്തന് കൊടുക്കുന്ന 1, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവനെ. അപ്പം ദൈവഭക്തൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം കാണിച്ചു തന്നോളൂ. വിശ്വസിക്കാമോ? നമുക്ക് വഴി കാണിച്ചു തരും. ഒരു ദൈവഭക്തനായിട്ട് ജീവിച്ചാൽ, യഹോവ ഭക്തനായിട്ട് ജീവിച്ചാൽ 1, അവിടുന്ന് വഴി കാണിച്ചു തരുന്നു. 2, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ആരെ അറിയിക്കും? ദൈവത്തിൻ്റെ ഭക്തന്മാരെ അറിയിക്കും. അതിനാ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും അതേ അപ്പോസ്തലന്മാരെയും ഇടയന്മാരെയും ഒക്കെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ നിയമം, കർത്താവിൻ്റെ ഉപദേശങ്ങൾ, കർത്താവിൻ്റെ ഉടമ്പടികൾ, കർത്താവിൻ്റെ രഹസ്യങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ തൻ്റെ ഭക്തന്മാർക്ക് അറിയിക്കും. അതുകൊണ്ട് അബ്രഹാം പിതാവിനോട് ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചു, നിന്നെ അറിയിക്കാതെ ഞാൻ വല്ലോം ചെയ്യുമോ, വല്ലോം മറച്ചു വെക്കുമോ അബ്രഹാമിനോട്? ഞാൻ അടുത്ത ഭാഗം പറയുമ്പോൾ അവിടെ വരാം. 3ാമത്തെ അനുഗ്രഹമായിട്ട് ഓർപ്പിച്ചിരിക്കുന്ന യഹോവ ഭക്തനുള്ള 3ാമത്തെ അനുഗ്രഹം, അവൻ സുഖത്തോടെ വസിക്കും. എല്ലാവരും ഒന്ന് പറയാമോ? അവൻ സുഖത്തോടെ. ആര്? യഹോവ ഭക്തൻ സുഖത്തോടെ. അത് 3ാമത്തെ അനുഗ്രഹമായി കൊടുത്തിരിക്കുന്നു. സുഖത്തോടെ വസിക്കും. ഞാൻ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ആരാധനയിൽ ധന്യനായ പൗലോസ്ലീഹ എപ്പോഴും പറഞ്ഞു, ഞാൻ സുഖത്തോടെ വസിക്കുന്നത്. പക്ഷെ സാഹചര്യം എങ്ങനാ? ഒന്നുമില്ല, ഞെരുക്കമുണ്ട്, പട്ടിണിയുണ്ട്, ഉപദ്രവമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ താഴ്ചയിലിരിപ്പാനും ഉയർച്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഒരു സ്തോത്രം പറയാമോ? എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു, എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. അത് പറഞ്ഞിട്ടാ പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു, ഞാൻ സകലത്തിനും മതിയാകുന്നു. അങ്ങനെയെങ്കിൽ യഹോവ ഭക്തൻ എല്ലാ കാലത്തും സുഖത്തോടെ വസിക്കണം. യഹോവ ഭക്തൻ. സ്തോത്രം. അടുത്ത പറഞ്ഞിരിക്കുന്നു, അവന്റെ സന്തതി ദേശത്തെ. 4ാമത്തെ അനുഗ്രഹം, യഹോവ ഭക്തന്റെ 4ാമത്തെ അനുഗ്രഹം. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണമേ. ഒരു ദൈവ പൈതലിനുള്ള 5 അനുഗ്രഹങ്ങൾ, ഒരു യഹോവ ഭക്തനുള്ള 5 അനുഗ്രഹങ്ങൾ ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. 4ാമത്തെ അനുഗ്രഹമാണ്, അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കുമെന്ന് പറഞ്ഞാൽ സന്തതി അനുഗ്രഹിക്കപ്പെടും, മക്കൾ അനുഗ്രഹിക്കപ്പെടും, സുഖത്തോടെ വസിപ്പാൻ ഇടയായിത്തീരും. ഇന്ന്
എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും സുഖത്തോടാണോ വസിക്കുന്നത്? ആണോ? പണ്ട് സാഹചര്യങ്ങൾ പരിമിതമായിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഇന്ന് വീട് പൂട്ടിയേച്ച് പോകാൻ തന്നെ പേടിയല്ലേ? സ്തോത്രം. പിന്നെ CCTV ക്യാമറ എല്ലാ വീടുകളിലും വെച്ച് കഴിഞ്ഞു, മിക്കവാറും വീടുകളിലൊക്കെ. ഇനിയും വെക്കാൻ ചിലരൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മിക്കവാറും വീടുകളിൽ ഇന്നത് അത്യാവശ്യമാകട്ടോ. ഞാനിങ്ങനെ പറയാം, CCTV ക്യാമറ കേരളത്തിൽ വരുന്നതിന് മുൻപൊരു കാലഘട്ടം നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് ഇതൊക്കെ കാണാൻ തുടങ്ങിയത്. നല്ലതാകട്ടോ, ബെസ്റ്റാണ്. വീടൊക്കെ അടച്ചേച്ച് പോയാൽ വീട്ടിലൊരു നായ വന്നാൽ മതി, എന്ത് ചെയ്യും? മൊബൈലിൽ അറിയും. ഞാനിത് വിദേശത്ത് ചെന്നപ്പോഴാണ് ഇവിടെ ചിറ്റാറപ്പുറത്തുള്ളൊരു സഹോദരൻ എന്നെ കാണിക്കുക, വീടാ പാസ്റ്റർ ഇത്, മൊബൈലിൽ കാണിച്ചുകൊണ്ടിരിക്കുക. വീട്ടിനകത്തൂടെ പൂച്ച പോകുന്നു, വീട്ടിൻ്റെ സൈഡിൽ കൂടെ മതിലേ കൂടെ പൂച്ച പോയപ്പം അച്ഛൻ എന്ത് ചെയ്തു? അവിടെ മെസ്സേജ് വന്നു, ചാർജയിൽ മെസ്സേജ് വന്നു, എന്നെ എടുത്ത് കാണിക്കുന്നു, വീട്ടിൽ പുറകെ കൂടെ ഒരു പൂച്ച പോകുന്നു. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. അത്രയൊന്നും ടെക്നോളജി ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ അത് വരുന്നതിന് മുൻപൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. വേലിയില്ല, മതിലില്ല. ഞാൻ അല്പം കൂടെ കടത്തി പറഞ്ഞു, എന്നെ ഒന്ന് നോക്കിക്കേ, അടച്ചുറപ്പുള്ള വീടില്ല, ഓല കൊണ്ട് ചാരുന്നേരം മെടയെടുത്ത് ചിലപ്പം പൊക്കിയായിരിക്കും അങ്ങോട്ട് വെച്ചോണ്ടിരിക്കുന്നത്. ഇനിയും പറയുന്നത് ശ്രദ്ധിക്കണം. അന്ന് നല്ല സുഖത്തോടെ കിടന്ന് ഉറങ്ങിയിട്ടില്ലേ? അന്ന് നല്ല സുഖത്തോടെ കിടന്ന് ഉറങ്ങിയിട്ടില്ലേ? ഒരു കുഴപ്പവുമില്ല. ആരേലും വല്ലതും വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോകുമെന്ന് പേടിയുണ്ടായിരുന്നു? ഒരു പേടിയില്ല. കള്ളൻ കയറുമെന്നുള്ള പേടിയില്ല. മതിലില്ല, ഗേറ്റില്ല, അടവില്ല, യാതൊന്നുമില്ല. ഒരു സുരക്ഷിതത്വമില്ല. പക്ഷേ ദൈവമക്കൾ സുഖത്തോടെ കിടന്നുറങ്ങേ. സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് കിടക്കൂ, വെളുപ്പിനെ 5-5:30 ഉണർന്ന് പ്രാർത്ഥിക്കൂ. കൂടാരത്തിൽ പാർത്തിരുന്ന കാലം, അബ്രഹാം പിതാവ് കൂടാരങ്ങളിൽ പാർത്തതുപോലെ ചെറിയ കൂടാരത്തിനകത്ത് പാർത്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് സുഖത്തോടെ വസിച്ചു. മറു ചോദ്യം, ഇന്നോ? കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടോ? തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ഒരു വല്ലായ്മ, ഒരു പേടി, ഉറക്കമില്ല, ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ. എന്നാൽ 2 നില വീടുണ്ട്, CCTV ക്യാമറയുണ്ട്, കള്ളം വന്നാൽ അറിയാം. അതെ, അല്ലെങ്കിൽ ഗേറ്റ് ഉണ്ട്. ഗേറ്റ് വരെ എന്താണ്? ക്യാമറകളുണ്ട്, എല്ലാ സംവിധാനവുമുണ്ട്. പക്ഷേ ഉറങ്ങാന് ഒരു സുഖക്കുറവുണ്ട്. പക്ഷെ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, യേശു കർത്താവിൻ്റെ നാമത്തിൽ ചില ഭയങ്ങൾ ഇന്ന് പകൽ മാറണം. സൗകര്യം വർദ്ധിച്ചപ്പോൾ ദൈവഭയം കുറഞ്ഞു. തന്നെയല്ല, ദൈവത്തോടുള്ള സഹിത്വം കുറഞ്ഞു. ഞാൻ സാന്ദർഭ്യവശാൽ ഇത് പറഞ്ഞതാണ്. സ്തോത്രം. ഏറ്റവും ഒടുവിൽ 5ാമത്തെ അനുഗ്രഹമായി പറഞ്ഞിരിക്കുന്നതാണ്, യഹോവ ഭക്തൻ എന്തോ ഉണ്ടാകും. യഹോവ ഭക്തൻ എന്തോ ഉണ്ടാകും? ദൈവത്തിൻ്റെ സഹിത്വമുണ്ടാകും, ദൈവത്തിൻ്റെ കൂട്ടുണ്ടാകും. ഇനി ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ ആ 4 കാര്യങ്ങൾ വിടുന്നു. ഒന്ന്, ഞാനിത് പറഞ്ഞു, ദൈവത്തിൻ്റെ ഭക്തനുണ്ടാകുന്നത്, 1, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. 2, അവൻ സുഖത്തോടെ വസിക്കും. 3, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. 5, തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. 5 കാര്യങ്ങൾ മറന്നു പോകരുത്. ഇതാർക്കുള്ള അനുഗ്രഹങ്ങളാണ്? ഇതാർക്കുള്ള അനുഗ്രഹങ്ങളാണ്? ഇനി ഞാൻ ഓർപ്പിക്കുന്ന 2 കാര്യങ്ങൾ ഊന്നി പറയാം. ദൈവഭക്തന് ദൈവത്തിൻ്റെ സഹിത്വമുണ്ട്. ദൈവത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ്
യഹോവ ഭക്തനുണ്ട്. 2, ദൈവത്തിൻ്റെ നിയമം അവരെ അറിയിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഒരു നല്ലൊരു ഫ്രണ്ട്. ഇനി ശ്രദ്ധിക്കണമേ, ഞാൻ അല്പനിമിഷം കുഞ്ഞുങ്ങളെ കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യുകയാണ്. ഇനിയും പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എല്ലാവർക്കും നല്ല ഫ്രണ്ട് ഉണ്ടല്ലോ. ഫ്രണ്ട് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഫ്രണ്ട് ഇല്ലാത്ത ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള 96 വയസ്സുള്ള അമ്മച്ചിയോട് ചോദിച്ചാലും പറയും അമ്മച്ചിക്കും ആരുണ്ട്? ഏറ്റവും അടുത്തൊരു അമ്മച്ചി രഹസ്യങ്ങളെ പറയുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ട് കാണും. ചിലപ്പോൾ അവർ കൊച്ചുമോനായിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ അടുത്ത അയൽവാസി ആരേലും ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഏജിലുള്ള ആരേലും ആയിരിക്കാം, ഏതെങ്കിലും ഒരു മക്കളായിരിക്കാം. രഹസ്യങ്ങളെ പറയുന്ന ആളാണ് ആര്? ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഒരു ഫ്രണ്ടിനല്ല ഒരു സ്നേഹിതനുണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഗുണങ്ങളൊക്കെ യേശുവിൽ ഉണ്ടാകും. യേശുവിൽ. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണേ. ഒരു നല്ല സ്നേഹിതൻ. എല്ലാവരും പറഞ്ഞേ A, B, C, D, E, F. കുഞ്ഞുങ്ങളെല്ലാവരും കേട്ടോ? എന്നോട് ചേർന്നെന്ന് പറഞ്ഞേ. A, B, C, D, E, F. കുറഞ്ഞ ഇത്രയും കാര്യങ്ങളെല്ലാം പഠിച്ചില്ലേ? കുറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ABCDF വരെ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. മക്കളെ പഠിച്ചില്ലേ? ഓക്കെ. ഇതിനകത്ത് നല്ല ചില ഫ്രണ്ട്സ് ഈ അക്ഷരത്തിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്. എൻ്റെ യേശുവിനെ ഞാൻ ഇന്ന് പകൽ ഉയർത്തിക്കാട്ടുകയാണ്. ജീസസ് ഈസ് അവർ ബെസ്റ്റ് ഫ്രണ്ട്. ഒന്ന് പറയാമോ? ജീസസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഒന്ന് ഉറക്കെ പറ. ജീസസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? അപ്പം ബെസ്റ്റ് ഫ്രണ്ടിനോട് നമ്മൾ രഹസ്യം പറയും. ബെസ്റ്റ് ഫ്രണ്ടിന്റെ തോളെ കൈയിട്ടുകൊണ്ട് നടക്കും. ബെസ്റ്റ് ഫ്രണ്ടിനോട് കൂടെ കളിക്കാൻ പോകും. ബെസ്റ്റ് ഫ്രണ്ടിനെ ഒരുപാട് സ്നേഹിക്കും. അവരോട് രഹസ്യമൊക്കെ നമ്മൾ പറയുവാനിടയോ. കുഞ്ഞുങ്ങളൊക്കെ വേണേ എഴുതിയെടുത്തോ. A for ആപ്പിൾ അല്ലേ? ഇപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. A for ആപ്പിൾ എന്നാണോ പറയുന്നത്? ഇപ്പൊ പുരോഗമിച്ചു. ഇപ്പം എന്താ പറയുക, അങ്ങനെയൊക്കെ അല്ലേ? A for ആപ്പിൾ. അങ്ങനെയാണ് അതിൻ്റെ അക്സെൻ്റ് ഒക്കെ മാറി. നമ്മൾ പറഞ്ഞപ്പോഴാണ് ആപ്പിൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ അതൊക്കെ എന്ത് ചെയ്തു? മാറി. പക്ഷെ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു A for able. A for able. ഒരു നല്ല ഫ്രണ്ടിനുണ്ടായിരിക്കേണ്ട ഫസ്റ്റ് ക്വാളിറ്റി, ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആൾ ഏബിൾ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ കൂട്ടുകൂടുമ്പോൾ നമ്മെ സഹായിപ്പാനും നമ്മളോട് കൂടെ നടക്കാനും നമ്മളോട് കൂടെ വരാനും ഒക്കെ നമ്മളെ സ്നേഹിപ്പാൻ കരുതാൻ കഴിവുള്ളവനായിരിക്കണം. എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്തവരെ സ്നേഹിക്കരുതെന്നല്ല അതിൻ്റെ നെഗറ്റീവ് അർത്ഥം. കഴിവില്ലാത്തവരെ സ്നേഹിക്കണം. പക്ഷേ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനുണ്ടായിരിക്കേണ്ട ആദ്യത്തെ ക്വാളിറ്റി, he should be able, കഴിവുള്ളവനായിരിക്കണം എന്ന് പറഞ്ഞേ. കഴിവുള്ളവനായിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കുന്ന, സഹിത്വമുള്ള, നിയമം അറിയിക്കുന്ന, കാര്യം സംസാരിക്കുന്ന യേശുക്രിസ്തുവാകുന്ന ഫ്രണ്ട് ശക്തനാണ്. ജീസസ് ഈസ് ഏബിൾ. യേശു ശക്തനാണ്. യേശു കഴിവുള്ളവനാണ്. ഒരു വാക്യം പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നത് 2-ാം അധ്യായത്തിൽ നിന്നും എബ്രായ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം 17ആണോ? 2-ാം അധ്യായം അവസാനത്തെ വാക്യം. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. എല്ലാവരും ഒന്ന് പറയാമോ? പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഈസ് ഏബിൾ ടു ഹെൽപ്പ്.
യെസ്, ഹീസ് ഏബിൾ ടു ഹെൽപ്പ്. സഹായിപ്പാൻ കഴിവുള്ളവനായിരിക്കണം. നല്ല ഫ്രണ്ട് ആരാണ്? സഹായിപ്പാൻ ഏബിൾ ആയിരിക്കണം. അപ്പൊ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ സഹായിക്കാൻ കഴിയുമോ? യേശുവിന് നിങ്ങളെ സഹായിപ്പാൻ കഴിയും. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചേ, യേശുവിന് നിങ്ങളെ സഹായിപ്പാൻ കഴിയും. യേശുവിന് നിങ്ങളെ സഹായിപ്പാൻ കഴിയും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ ആ വാക്യത്തിൽ നിന്നാൽ ഒത്തിരി സമയങ്ങൾ പോകും. എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനാണ്. എന്തുകൊണ്ടാ ഏബിളായെന്നറിയാമോ? താൻ തന്നെ പരീക്ഷിതനായി തീർന്നു, താൻ തന്നെ കഷ്ടം അനുഭവിച്ചു. അതിൻ്റെ അർത്ഥം ഇങ്ങനാണ്: യേശുവിന് വിശന്നത് കൊണ്ട്, വിശക്കുന്നവന്റെ നൊമ്പരം ആർക്കറിയാം? യേശു കർത്താവിനറിയാം. യേശുവിന്റെ ശരീരം വേദനിച്ചു, ഹൃദയം പൊട്ടി, മുറിവേറ്റു, തകർന്നു, ക്ഷീണിച്ചു, ദാഹിച്ചു. ദാഹിക്കുന്നവന്റെയും നൊമ്പരപ്പെടുന്നവന്റെയും വേദന ആർക്കറിയാം? യേശുവിനറിയാം. ഞാൻ ഇങ്ങനെ ചേർത്ത് പറയാം, അതുകൊണ്ട് യേശു കർത്താവ് നല്ലൊരു ഫ്രണ്ടാണ്. ഈസ് ഏബിൾ. അത് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഞാനിങ്ങനെ പറയട്ടെ, പെട്ടെന്നൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് സഹായിക്കുന്നവനായിരിക്കും. കാരണം യേശു കർത്താവിനെ കുറിച്ച് പറയുന്നു, അവിടുന്ന് സഹായിക്കും. അവിടുന്ന് പരീക്ഷ അനുഭവിച്ചതുകൊണ്ട് ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പറയാമോ? എന്നെ സഹായിപ്പാൻ യേശു മതിയായവൻ. എന്നെ സഹായിപ്പാൻ യേശു മതിയായവൻ. ഈ വാക്ക് മറക്കരുത്. എന്നെ സഹായിപ്പാൻ യേശു മതിയായവൻ. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഒന്നുമില്ല, അതുകൊണ്ട് ഫേസ്ബുക്കും ഇല്ല. കാരണം അത് ഫ്രണ്ട്സിൻ്റെ ഒരു സർക്കിളിൽ വരുന്നതാണല്ലോ. എന്നാൽ സ്നേഹിക്കുന്ന ചില സ്നേഹിതരുണ്ട്. അത് മൊത്തം പ്രാർത്ഥനാ സഹകാരികളാണ്. ചിലതൊക്കെ മറക്കാൻ കഴിയത്തില്ല, ഓർത്ത് ചിലപ്പം കരയും കേട്ടോ. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രയാസഘട്ടത്തിൽ എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, പാസ്റ്ററേ, ഇപ്പോൾ ഒത്തിരി ആവശ്യങ്ങളുള്ള സമയമല്ലേ, എൻ്റെ കയ്യിൽ ഒരു 2 ലക്ഷം രൂപയുണ്ട്, ഞാൻ പാസ്റ്ററെ തന്ന് സഹായിക്കാമെന്ന്. ഞാൻ പറഞ്ഞില്ല, ആ മനുഷ്യൻ അറിയത്തില്ല, എൻ്റെ ഭാരങ്ങൾ അറിയത്തില്ല, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. ഈസ് ഏബിൾ. സഹായിപ്പാൻ കഴിവുള്ളവനാ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കരഞ്ഞു പോകും ദൈവമക്കളെ. ഇത്ര കഴിവുള്ള ഒരു സ്നേഹിതൻ, ഇത്ര കഴിവുള്ള ഒരു സ്നേഹിതൻ. മറ്റൊരു സന്ദർഭത്തിൽ അതേ സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, പാസ്റ്റർക്ക് ഇപ്പോൾ ഒത്തിരി കാര്യങ്ങളില്ലേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ കയ്യിൽ ഒരു 4 ലക്ഷം രൂപയുണ്ട്, ഞാൻ തന്ന് സഹായിക്കാം. ഇതെല്ലാം കടമാകട്ടോ. നമ്മൾ പറയാതെ, ആവശ്യപ്പെടാതെ, ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ മുൻപിൽ കണ്ടിട്ട്, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മുൻപിൽ കണ്ടിട്ട് തുറന്നു പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ പറയണം, ഞാൻ തരാമെന്ന്. ഞാൻ കരഞ്ഞു വാവിട്ടുപോയി. ഇത്ര നല്ല സ്നേഹിതരുണ്ടല്ലോ. പലരും കണ്ടും കാണാതെയും പോകുമ്പോൾ, എന്തുകൊണ്ട് കുഞ്ഞേ എന്നൊരാവശ്യം അത് ചോദിക്കാനില്ലാതിരിക്കുമ്പോൾ, ഒരാവശ്യം കണ്ടിട്ട് വഴിമാറിപ്പോകുമ്പോൾ, നിനക്കൊരാവശ്യമുണ്ടെന്ന് കറിഞ്ഞിട്ട് വഴി മാറിപ്പോകും പലരും കേട്ടോ. എന്നാൽ ഇന്ന് മകൾ ഞാനിങ്ങനെ പറയട്ടെ, നിന്റെ ഒരാവശ്യം മനസ്സിലാക്കിയിട്ട് എൻ്റെ കയ്യിൽ ഇത്രയുണ്ട്, ഞാനത് തന്ന് സഹായിക്കാമെന്ന് പറയുന്നവരാണ് യഥാർത്ഥ സ്നേഹിതനെന്ന് പറയുന്നത്.
യഥാർത്ഥ സ്നേഹിതനെന്ന് പറയുന്നത് അനുഭവമുള്ള എത്ര പേരുണ്ട്? ചോദിച്ചിട്ടും കൊടുക്കാതിരിക്കുന്നവരുള്ളപ്പോൾ അതല്ല സ്നേഹിതനെന്ന് പറയുന്നത്. ഏബിളായ സഹായിപ്പാൻ കഴിവുള്ള ഒരു സ്നേഹിതനെ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു. അനുഭവത്തിൽ കണ്ണുനീരിൽ കുളിച്ചുകൊണ്ട് ഞാൻ വിളിച്ചു പറയാ, എനിക്കൊരു സ്നേഹിതനുണ്ട്, നസ്രനായ യേശു. ഈ ഭൂമിയിൽ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് സ്നേഹിതരെ. ഒരു മനുഷ്യൻ ചോദിക്കാറില്ല എങ്ങനെ കാര്യങ്ങൾ, എങ്ങനെയൊക്കെ എന്തുണ്ടെന്ന്. പക്ഷെ ഞാൻ ഇങ്ങനെ പറയാം, മുന്നമേ ഫോൺ ചെയ്ത് പറയും. ആവശ്യം പറയുന്നതിന് മുൻപേ, പാസ്റ്റർക്കൊരാവശ്യമുണ്ടെങ്കിൽ പറയണം, എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇങ്ങനെ പറയുന്നവർ ഒരു നല്ല സ്നേഹിതന്. ഇതെല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശു നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കട്ടെ. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. ചേർന്ന് നടക്കാമോ? സഹായിപ്പാൻ കഴിവുള്ളവൻ. കുഞ്ഞുങ്ങളെ പറയാമോ? സഹായിപ്പാൻ കഴിവുള്ളവൻ. എന്റെ ആവശ്യങ്ങൾക്ക് ഒരാൾ മുഖവില കാണിക്കുന്നില്ലെങ്കിലും സ്വർഗം ഇറങ്ങി വന്ന് പറയൂ. ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ ഇടയായി തീരൂ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരെ ദൈവം ഒരുക്കി തരൂ. ആമേൻ. കാരണം ഏബിളായ കഴിവുള്ളവനായ ഒരു ഫ്രണ്ട് ഉണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ഈ പറഞ്ഞതൊന്നും രക്തബന്ധമല്ല, എൻ്റെ ആരുമല്ല. പക്ഷേ അമ്മ പെറ്റതിനേക്കാൾ ആമൻ കരുതുന്ന, ആമൻ സഹോദരങ്ങൾ കരുതുന്നതിനേക്കാൾ, ദേശക്കാർ കരുതുന്നതിനേക്കാൾ, ആരും കരുതുന്നതിനേക്കാൾ, ഓ ഈ ഭൂമിയിൽ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ വിശ്വസിച്ച് ആമൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? കുഞ്ഞ്, നിനക്കൊരു ഫ്രണ്ട് ഉണ്ട്. Is able to help. സഹായിപ്പാൻ കഴിവുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. ദൈവത്തിന്റെ ഭക്തനൊരു ഫ്രണ്ട് ഉണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ആ ഒറ്റ വാക്യത്തിൽ മാത്രം നിൽക്കാൻ കഴിയും. ഈസ് ഏബിൾ. കാരണം യേശു കഷ്ടം അനുഭവിച്ചു. കരമുയർത്തിയെന്ന് പറഞ്ഞേ. താൻ തന്നെ പരീക്ഷിക്കപ്പെട്ടു. അതുകൊണ്ടാ പത്രോസ് പറഞ്ഞില്ല, ഞാൻ ചിലരോട് നോക്കി ഒരു ദൂത് പറയുക. എൻ്റെ ഒരു ജീവിതാനുഭവം പങ്കുവെച്ചെന്നേ ഉള്ളൂ, തെറ്റിദ്ധരിക്കരുത്. കാരണം ഇത് പറഞ്ഞപ്പോൾ പറയാതിരിക്കാൻ അത് പറ്റുന്നില്ല. ഇങ്ങനെ സ്നേഹിതന്മാരുണ്ട് കേട്ടോ. പത്രോസ് ഒരിക്കൽ തലകുനിച്ചു, പടകും വലയം വിട്ടിറങ്ങി. പക്ഷെ കരവടയ്ക്കാൻ വന്നപ്പം പണമില്ലായിരുന്നു. കരവടയ്ക്കാൻ പണമില്ല. പത്രോസ് പറഞ്ഞില്ല, ഗുരു എനിക്ക് കരമടയ്ക്കണമെന്ന് പറഞ്ഞില്ല. പക്ഷേ യേശു ചെയ്ത് എന്താണെന്നറിയാമോ? എനിക്കും നിനക്കും വേണ്ടി കരം കൊടുക്കുന്നതിന് നീ പോയി ചൂണ്ടലിട. ആദ്യം പിടിക്കുന്ന മീൻ്റെ വായിൽ എന്തുണ്ടാകും? ചതുർദ്രഹ്മ പണമുണ്ടാകും. which means is able. പ്രശ്നങ്ങളിൽ സഹായിപ്പാൻ കഴിവുള്ള സ്നേഹിതൻ, യഹോവയുടെ സഹിത്വം തന്റെ ഭക്തൻ ഉണ്ട്. ഇന്ന് പകൽ എല്ലാം നിരാശയും മാറി വേണം ഇവിടുന്ന് പോകാൻ. എല്ലാം നിരാശയും മാറി വേണം പോകാൻ. യേശു കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒരൊറ്റ നിരാശ ഇവിടെ വെച്ചോണ്ടിരിക്കരുത്. എല്ലാം വിട്ടുപോ. നല്ല സ്നേഹിതനെ ചേർത്ത് പിടി. ഈസ് ഏബിൾ ടു ഹെൽപ്പ്. ഏബിളായ സഹായിപ്പാൻ കഴിവുള്ള ഒരു ഫ്രണ്ട്. ഹൂ ഈസ് ഹി? യേശു. യേശു. യേശു നിങ്ങളുടെ ഫ്രണ്ടാണോ? അബ്രഹാം പിതാവിനെ, ഞാൻ 12 വരെ അങ്ങ് എടുത്തോട്ടെ. അബ്രഹാം പിതാവിനെ ദൈവത്തിന്റെ സ്നേഹിതൻ ബൈബിളിൽ 3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം. വേണമെങ്കിൽ നോട്ട് ചെയ്തോ. സ്തോത്രം. 1-2 ദിനവൃത്താന്തം 27, 2 Chronicles chapter 20 verse 7, Isaiah 41 verse 8, Isaiah 41:8,
ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 23. ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 23. ഈ 3 വാക്യങ്ങളിലും ഒരൊറ്റ പദം പറഞ്ഞിരിക്കുന്നു. ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? ഒരെണ്ണവിലും അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 18:17 ഒരു ചോദ്യം പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് വന്നതാണ്. ഞാൻ ABCDF വരെ പറയാൻ കിടക്കുന്നേ ഉള്ളൂ, എങ്കിലും എൻ്റെ മനസ്സിൽ ആ ചിന്തകൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. 18:17 ജനസിസ് ചാപ്റ്റർ 18 വേഴ്സ് 17, ഉൽപ്പത്തി 18:17. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട്. ഇതിപ്പോ ഒരു സ്നേഹിതനെ ആര് വേണം? നല്ല സ്നേഹിതൻ എന്തെങ്കിലും മറച്ചു വെക്കുവോ? ഇവിടെ പറയുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ പറയും, ഈ ചങ്ങാതി നന്നായാൽ പറയൂ. ഇവിടെ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. അർത്ഥം എന്താ? എന്തുവാ? നല്ല സ്നേഹിതനാണെങ്കിൽ കണ്ണാടി നോക്കണ്ട, മുഖത്തൊരഴുക്കിരിപ്പുണ്ടോന്ന്, നെറ്റിക്കൊരഴുക്കിരിപ്പുണ്ടോ, തലയിലൊരു അഴുക്കിരിപ്പുണ്ടോന്ന് നല്ല സ്നേഹിതനാണെ പറയും, അച്ഛാ അണ്ട് അവിടെ ഒരു അഴുക്കിരിക്കുന്നു, നല്ല മനസ്സിൽ പകയുള്ള വെച്ചോട്ട് അങ്ങോട്ട് പൊക്കോട്ട്, പിടിച്ചോട്ടെന്ന് പറയും, സഹിച്ചോട്ടെന്ന് പറയും, അനുഭവിച്ചോട്ടെന്ന് പറയും. ഇതും കൊണ്ട് അങ്ങോട്ട് ചെല്ല. പക്ഷെ നല്ല ഫ്രണ്ടാണേലും എന്തു ചെയ്യും? പറയൂ. നല്ല ഫ്രണ്ടാണെ പറയും, താണ്ട് അവിടെ ഒരു അഴുക്കിരിക്കുന്നു, കണ്ണിലൊരഴുക്കുണ്ട്, മുഖത്ത് ഇതാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. സ്തോത്രം. കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. അപ്പോൾ അബ്രഹാം പിതാവിനോട് ചോദിച്ചിരിക്കുന്നു, എടാ ഞാൻ അരുളി ചെയ്യാനുള്ളതുവല്ലോ അബ്രഹാമിനോട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്നേഹിതനായിട്ട് ആര് മാറി? കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? എബ്രഹാംസ് ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഹു ഈസ് എബ്രഹാംസ് ബെസ്റ്റ് ഫ്രണ്ട്? God himself. ദൈവം ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് മാറി. അതാ ബൈബിളിൽ 3 രേഖ. 3 ഒരു കാര്യം പറഞ്ഞാൽ പിന്നെന്താ? ആമേൻ 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 മുദ്രയാ. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിട്ട് മാറി 3 വചനങ്ങളിൽ ഒരുപോലെ ആവർത്തിച്ചെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാം, നമുക്കും ദൈവത്തിന്റെ സ്നേഹിതരാകാമോ? നമുക്ക് ദൈവത്തിന്റെ സ്നേഹിതരാകാമോ? ദൈവം എല്ലാം നമ്മളോട് പറയും, എല്ലാം ചെവി പറയുന്നത് പോലെ പറയും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ആകണമെന്ന്? ദൈവഭക്തനായിട്ട് ജീവിച്ചാൽ മതി. കർത്താവ് വന്ന് പറയും, രാത്രിയുടെ യാമങ്ങളിൽ മന്ത്രിക്കും, വിഷനുകൾ കാണിക്കും, ആലോചനകൾ പറയും, അനർത്ഥങ്ങൾ മാറിപ്പോക, ഉപദേശങ്ങൾ പറഞ്ഞു തരും, ദൈവത്തിന്റെ വഴി പറഞ്ഞു തരും. അങ്ങനെയെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടായി നമുക്ക് ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദൈവവഴികളിൽ നടന്നുകൊണ്ട്, ആമേ ബെസ്റ്റ് ഫ്രണ്ടിനെ സ്വീകരിച്ചുകൊണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുവാൻ കഴിയും. ഒന്നും മറച്ചു വെക്കത്തില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ 1-2 കാര്യങ്ങളിലൂടെ പറയണമല്ലോ. എ ഫോർ ഏബിൾ എഴുതി വെക്കുന്നുണ്ടോ? ബി ഫോർ ബിലീവ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ ആയിരിക്കണം. ആരാ? ഫ്രണ്ട്, സ്നേഹിതൻ. സ്നേഹിതൻ ഒരിക്കലും ചതിക്കത്തില്ല. ചതിക്കുവോ? നല്ല സ്നേഹിതൻ ഒരിക്കലും ചതിക്കത്തില്ല. വിശ്വാസമുള്ള എത്ര പേരുണ്ട്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി അങ്ങ് പറഞ്ഞു പോകാം. വിശ്വസിക്കാൻ കൊള്ളാവുന്ന സ്നേഹിതൻ ആരാ? എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മക്കൾ ഇങ്ങോട്ട് നോക്കിയാൽ തേച്ചൊട്ടിച്ചെന്നൊക്കെ പറയില്ലേ? കുഞ്ഞുങ്ങളൊക്കെ പറയാറുണ്ട്. എന്തോന്ന് എനിക്കറിയത്തില്ല, തേച്ച് പറ്റിച്ചെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ പറയുന്നത് കേൾക്കാം, ഒട്ടിച്ചെന്നൊക്കെ. പക്ഷേ തേച്ചൊട്ടിക്കാത്ത ഒരു സ്നേഹിതനുണ്ട്. ഒരാമൻ പറഞ്ഞേ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സ്നേഹിതൻ, കൈപിടിച്ചു നടത്തുന്ന ഒരു സ്നേഹിതൻ. ഓ, വിശ്വസിച്ച് ആമേൻ പറയുന്ന എത്ര പേരുണ്ട്?
ആമേൻ. കൂടെ കൊണ്ട് നടക്കാവുന്നേ, കുഴി ചാടിക്കത്തില്ലെന്ന്. കുഴി കണ്ടാൽ പറയും അത് കുഴിയാണെന്ന് പറഞ്ഞ് കൈപിടിച്ച് നടത്തുന്ന ഒരു സ്നേഹിതനുണ്ട്. ഞാൻ സാന്ദർഭ്യവശാലൊക്കെ പറയുകയാണ്, നമുക്ക് ഈ ഭൂമിയിൽ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ദൈവം കഴിഞ്ഞാൽ പിന്നെ ഭർത്താക്കന്മാർ പറയണേ എൻ്റെ ഭാര്യയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അച്ഛന്മാർ ഉറങ്ങുന്നവരുണ്ടോ? സ്തോത്രം. അമ്മാവന്മാർ പറയണോ ആരാ ബെസ്റ്റ് ഫ്രണ്ട്? ആരാ? എൻ്റെ അച്ഛനാണ് എൻ്റെ. അങ്ങനെ പറയുന്നെങ്കിൽ നിങ്ങളൊരു സ്തോത്രം പറഞ്ഞാട്ട്, സ്തോത്രം പറഞ്ഞാട്ട് ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അവിടെ മറയില്ല, അവിടെ മറയില്ല. അവിടെ രണ്ട് എന്താ പറയുക അക്കൗണ്ടില്ല, അവിടെ രണ്ട് മൊബൈലില്ല എന്ന് പറഞ്ഞാൽ വേണ്ട എന്നല്ല അർത്ഥം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എന്തായിരിക്കണം? സ്വതന്ത്ര ഇടപാടായിരിക്കണം. ആണ്ടേ, ഞാൻ ചോദിക്കട്ടെ, മൊബൈലിൻ്റെ ലോക്ക് വൈഫിനറിയാമോ? അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്താമോ? സ്തോത്രം. എല്ലാ കരമൊന്നും ഉയരുന്നില്ല. സ്തോത്രം. മൊബൈലിലല്ല ഞാൻ പറഞ്ഞ ലോക്കില്ലെന്ന് ചിലർ പറയുന്നു. മൊബൈലിൻ്റെ ലോക്കിടുന്ന പുള്ളികളുണ്ട്. മൊബൈലിൻ്റെ ലോക്ക് അമ്മാമാർക്കറിയാമോ? സ്തോത്രം. ഭാര്യയുടെ മൊബൈലിൻ്റെ ലോക്ക് അറിയാവുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. ഞാനിങ്ങനെ ചേർത്ത് പറയാം, ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഇറ്റ് ഷുഡ് ബി ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും മറയായിരിക്കരുത്. ബെസ്റ്റ് ഫ്രണ്ടിനൊന്നും മറയില്ല, മറച്ചു വെക്കരുത്. ഭർത്താവ് കാണാതുള്ള മെസ്സേജ് ഭാര്യ കാണാതെ നോ. ഇന്ന് പകൽ ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കാൻ പോവുകയാണ്. സകലത്തിലും കർത്താവ് നിങ്ങളെ ചേർത്ത് പിടിക്കും. അല്ലാത്ത ഒരിടപാടും വേണ്ട, അല്ലാത്ത ഒരു കാര്യവും വേണ്ട. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായിരിക്കണം ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ എൻ്റെ വൈഫാണ്. ഈ ഭൂമിയിൽ എൻ്റെ കർത്താവ് കഴിഞ്ഞാൽ പിന്നെ അമ്മ എത്ര സഹോദരിമാരങ്ങനെ പറയും, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ അച്ചായൻ. എല്ലാവരും ഒന്നും കരം ഉയർത്തുന്നില്ല, ചില കരങ്ങളൊക്കെ കണ്ടവാനും ഉയർന്നിട്ടുണ്ട്. സ്തോത്രം. അവരെ സ്നേഹിക്കുക, അവരെ കരുത്, പരസ്പരം ബഹുമാനിക്കുക, ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഓക്കെ, സമയപരിമിതി മുൻപിലുണ്ട്. അപ്പോൾ സി പറയണ്ടേ? സി ഫോർ കെയറിങ്. കെയറിങ് എന്ന് പറഞ്ഞാൽ കരുതുന്നയാളായിരിക്കണം. കെയർ ചെയ്യുന്ന കരുതുന്നയാളായിരിക്കണം ബെസ്റ്റ് ഫ്രണ്ട്. എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു കരുതലുണ്ടായിരിക്കണം. എപ്പോഴും എന്ത് ചെയ്യണം? ഒന്ന് ചേർത്ത് പിടിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേർത്ത് പിടിക്കണം. ഒരു ബലഹീനത ഒരാളുടെ ബലഹീനത കണ്ടാൽ സ്നേഹിതനാണെങ്കിൽ പറയും, എന്താ ഒരു പ്രയാസം പോലെ മുഖത്തുണ്ടല്ലോ, അതാണ് കെയർ. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, കെയർ ചെയ്യുന്നൊരു അനുഭവം, എൻ്റെ ജീവിതാനുഭവം ഞാൻ പങ്കുവെച്ചത്. ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഈ ഭൂമിയിൽ എന്തോ ഉണ്ടെന്ന് ചോദിക്കാൻ ആരുമില്ലെങ്കിൽ ചില സ്നേഹിതരെ ദൈവം ഒരുക്കുന്നുണ്ടല്ലോ. ഒന്നും വേണ്ട, ഒരു വാക്ക് ചോദിച്ചാൽ മതി. ആർക്കും നാം ഒന്നും കൊടുക്കണ്ട, പക്ഷെ ഒരു വാക്ക് ചോദിച്ചാൽ മതി. ഒരു മുഖത്തൊരു ഭാരം കാണുന്നല്ലോ, എന്താ ഒരു നൊമ്പരമെന്ന് ചോദിക്കാൻ ഒരു കെയർ ചെയ്യുന്ന മനസ്സുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥ സ്നേഹിതൻ. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? അവരാണ് യഥാർത്ഥ സ്നേഹിതൻ. അവരാണ് യഥാർത്ഥ സ്നേഹിതൻ. എ കെയറിംഗ് ഫ്രണ്ട്. ABCD. നാലാമത്തെ കാര്യം, അത് ഭയങ്കര ഒരു അർത്ഥമായിട്ടു. ABCD ഞാൻ കൊച്ചു പിള്ളേരെ അന്വേഷിക്കുന്നത്, അവരെ കൊണ്ട് പറയിപ്പിക്കാനാണ് നോക്കുന്നത്. D ഫോർ ഡ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുന്നു, അകത്ത് വസിക്കുക എന്ന് അതിൻ്റെ അർത്ഥം. നല്ല ഫ്രണ്ട് അപ്പോൾ എന്ത് ചെയ്യും? കൂടെ വസിക്കും. അനുഭവമുള്ള എത്ര പേരുണ്ട്? നല്ല ആത്മാർത്ഥതയുള്ള ഫ്രണ്ടിനെയാണ് എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിൽ താമസിക്കാൻ. നല്ല സ്നേഹിതൻ ഡ്വെല്ലിംഗ് ഫ്രണ്ട്, വീട്ടിൽ താമസിക്കുന്ന. ഇതിനെല്ലാം അർത്ഥമുണ്ട്. യേശുവാണ് കെയറിംഗ് ഫ്രണ്ട്, യേശുവാണ് ഡ്വെല്ലിംഗ് ഫ്രണ്ട്. വീട്ടിൽ താമസിപ്പിക്കാൻ കൊള്ളാവുന്ന ഫ്രണ്ട് ഏതാ? എല്ലാവരും പറഞ്ഞേ, യേശു കർത്താവാണ് വീട്ടിൽ താമസിക്കാൻ.
വീട്ടിൽ വിളിച്ച് താമസിപ്പിക്കുക. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അതിൻ്റെ അർത്ഥം He will dwell in our heart. നമ്മുടെ അകത്ത് ആര് വസിക്കുന്നു? യേശു വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ a dwelling friend, കൂടെ വസിക്കുവാൻ കൊള്ളാവുന്ന ഒരു സ്നേഹിതൻ, അത് ഒരുവൻ മാത്രം, യേശു ക്രിസ്തു. അനുഭവമുള്ള എത്ര പേരുണ്ട്? അനുഭവമുള്ള എത്ര പേരുണ്ട്? a dwelling friend. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? ശരിയാണെങ്കിൽ കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. കൂടെ വസിക്കുവാൻ കൊള്ളാവുന്നൊരു സ്നേഹിതൻ, യഹോവ ഭക്തനുള്ള അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അടുത്തത് ഈ ഫോർ എൻകറേജിങ് ഫ്രണ്ട്. ഓ, ഏതോ വാക്കാ ഇതൊക്കെ, എല്ലാം ഓരോ മെസ്സേജാ കേട്ടോ. അവിടെ ഞാൻ കർത്താവ് നടത്തുന്ന പോലെ നടത്തട്ടെ. ആമേൻ. എൻകറേജിങ് ഫ്രണ്ട്. സാരമില്ല, ധൈര്യമായിട്ടിരിക്കെ, കുഴപ്പമില്ല. പരീക്ഷയ്ക്ക് 2 മാർക്ക് കുറഞ്ഞു, നല്ല സ്നേഹിതനാണെ പറയും സാരമില്ല. വീട്ടിലൊരു വിഷയം വന്നു, സാരമില്ല, കർത്താവ് അതിനെന്ത് ചെയ്തോളും, പരിഹാരം തരും. ഇതാ എൻകറേജിങ് എന്ന് പറയുന്നത്. അല്ല ചുമ്മാതെ കൊണ്ട് ഒരു വിഷയം കണ്ടേച്ച ഒരു ഭാരം, ആഹാ അതായിരുന്നു ആ മൂളലിനകത്തെല്ലാം, ഓ ആ മൂളലിനകത്തെല്ലാം തീർന്നു. പക്ഷെ അങ്ങനല്ല. കുഴപ്പമില്ല, കുഴപ്പമില്ല കേട്ടോ. പറ്റുമെങ്കിൽ മോർണിംഗ് വന്നിടാ, മോർണിംഗ് വന്ന് ഓടി വന്ന ഒരു കാര്യം പറയും. മോർണിംഗ് വാടാ, നീങ്ങി വാ, ആരെങ്കിലും വാ, ഓടി വാ. ആമേൻ. ഒരു നല്ല ഫ്രണ്ട്, എൻകറേജിങ് ഫ്രണ്ട് ആകുമ്പോൾ ആമേൻ. ഈ കുഞ്ഞൊന്ന് ഓടി, ഈ കുഞ്ഞ് ഓടി വേണ്ട. ഇവൻ്റെ ഒരു അനുഭവം തന്നെ പറയും. ഇവൻ ഡിസ്ട്രിക്റ്റിൽ അതേ മത്സരങ്ങൾക്ക് പോയി. ഈ കലോത്സവത്തിൽ ഇവനൊരു ഐറ്റത്തിൽ പങ്കെടുത്തു, A ഗ്രേഡ് ലഭിച്ചു. സ്തോത്രം. അപ്പം ഞാൻ ചോദിച്ചു, സ്റ്റേറ്റിൽ പോകാൻ പറ്റത്തില്ലേ? അപ്പോൾ പറഞ്ഞു ഇല്ല, അത് ഫസ്റ്റ് A ഗ്രേഡ് ആണേലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാം, ഫസ്റ്റ് A ഗ്രേഡ് മേടിച്ച് സ്റ്റേറ്റിൽ പോകാനായിട്ട് പറ്റും. അടുത്ത പ്രാവശ്യം ഫസ്റ്റ് A ഗ്രേഡ് മേടിച്ച് സ്റ്റേറ്റിൽ പോകാനായിട്ട് വരും. അല്ലാതെ കൊണ്ട് എന്താ പറയുക, അത് കേട്ടണ ഇന്ന ആളുകൾക്കും അതങ്ങ് ഡിസ്കറേജ് ചെയ്യരുത്. ഇരുത്തി എന്ത് ചെയ്യരുത്, താഴ്ത്തരുത്. പറയണം. എന്താ പറയണം? കുഴപ്പമില്ല, ഇത്തവണ കിട്ടിയില്ല, അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും, കിട്ടും. അടുത്ത പ്രാവശ്യം കിട്ടും കേട്ടോ, അടുത്ത പ്രാവശ്യം കിട്ടും. ഇങ്ങനെയാണ് നല്ല ഫ്രണ്ട് എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം. എൻകറേജ് ചെയ്യാറുണ്ടോ? ലിഫ്റ്റ് ചെയ്യണം, നല്ല വാക്ക് പറയണം. നല്ലൊരു ഫ്രണ്ടിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെയാണ് എൻകറേജ് ചെയ്യുന്ന നമുക്കൊരു ഫ്രണ്ടുണ്ട്. അതാരാ? നമ്മുടെ കർത്താവ് നമ്മളെ ഒരിക്കലും താഴ്ത്തിക്കെട്ടത്തില്ല. ലോകം മുഴുവൻ താഴ്ത്തിക്കെട്ടും. പാസ്റ്റർമാരാണെ കൂടുതൽ താഴ്ത്തിക്കെട്ടും. ആമേൻ. വിശ്വാസികളാണെ കിട്ടും. ആമേൻ. ദേശക്കാരാണെ കിട്ടും, നാട്ടുകാരാണെ കിട്ടും. എല്ലാവരും താഴ്ത്തിക്കളി. ഇകഴ്ത്താനാ അല്ലെങ്കിൽ ഇരുത്താനാ എല്ലാവരും നോക്കുന്നത്. എൻ്റെ ഭാഷയെ പറഞ്ഞ ഇരുത്താനാണ് നോക്കുന്നത്. പക്ഷേ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. വീഴ്ച കണ്ട സാരമില്ല, അടുത്ത പ്രാവശ്യം ദൈവം തരുമെന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുന്നവരെ ഓർക്കുന്നു. കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഒരു സംഭവം നടന്നത് എൻ്റെ മനസ്സിലേക്ക് വരുന്നു. ബർഷാന്നോ എങ്ങനെ കണ്ടാണ് ഒരാളുടെ പേര്, ടെമ്പോ, ഞാൻ ആ പേര് മറന്നുപോയി. 2 പേർക്ക് ഹൈ ജമ്പിലാന്ന് തോന്നുന്നു ഒരുപോലെ ഫസ്റ്റ് വന്നു. അവർക്ക് മാത്രമായിട്ട് മത്സരം വെച്ചപ്പോൾ അതിൽ ഒരാളുടെ കാലെന്ത് ചെയ്തു, പരിക്ക് പറ്റി. അത് ഓർക്കുന്ന എത്ര പേരുണ്ട്? ഒരാൾ ഖത്തറുകാരനാണോ എനിക്ക് അതെ, ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നതായതുകൊണ്ട്. പേരറിയാമോ ബോസേ? ഇല്ല. ഓക്കെ. അപ്പോൾ ഒരാൾക്ക് വയ്യാതായി. ഉടനെ ആ മത്സരം നടക്കുന്നില്ല. ഇതിലെ വീഡിയോ ഉണ്ട്, നിങ്ങൾ ചോദിച്ചാൽ ഞാനത് കാണിക്കാം. ഉടനെ അതിൻ്റെ അതിൻ്റെ ആള് വന്നിട്ട് ചോദിച്ചു, ഞങ്ങളൊരു ഡിസിഷൻ പറഞ്ഞാൽ അംഗീകരിക്കാമോ? അതായത് പരിക്ക് പറ്റാത്ത ആളിനോട് ചോദിച്ചു, ഞങ്ങളൊരു ഡിസിഷൻ പറഞ്ഞാൽ അംഗീകരിക്കാമോ? നിങ്ങൾക്ക് 2 പേർക്കും ഫസ്റ്റായിട്ട് തന്നാൽ അംഗീകരിക്കാമെന്ന് ചോദിച്ചു. എൻ്റെ ദൈവമേ,
അതൊരു കാഴ്ചയായിരുന്നു. തുള്ളിച്ചാടി ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് ഞാൻ പറഞ്ഞത്, നല്ല സ്നേഹിതരിങ്ങനാണ്. എനിക്ക് മാത്രം ഫസ്റ്റ് എന്ന് പറയുന്നതല്ല, എൻ്റെ സ്നേഹിതനും ഒന്നാമതാകണം, എൻ്റെ സഹപ്രവർത്തകനും ഒന്നാമതാകണം. ഒളിമ്പിക്സിൽ വാശിയോടെ ഹൈ ജമ്പിൽ മത്സരിച്ച 2 പേർക്ക് അങ്ങനെ നടന്നെങ്കിൽ, അതിന് സാധിച്ചെങ്കിൽ, വിശ്വാസിയെ നമുക്ക് കഴിയുമോ? സഹപ്രവർത്തകനെ എൻകറേജ് ചെയ്യണം, സഹപ്രവർത്തകനെ അപ്രീഷിയേറ്റ് ചെയ്യണം. മറക്കരുത്, നല്ല സ്നേഹിതന്റെ ജോലി ഇതാണ്. എൻ്റെ യേശു നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. എൻ്റെ യേശു നിങ്ങളെ ഇകഴ്ത്തത്തില്ല. എൻ്റെ യേശു നിങ്ങളെ ഇകഴ്ത്തത്തില്ല. നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. ഇങ്ങനെ സ്നേഹിതരെ ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അതാരാണ്? നല്ല സ്നേഹിതരെ. പൊക്കുന്നാണെങ്കിൽ സൂക്ഷിച്ചോണം, പൊങ്ങി പോവുകയും ചെയ്യരുത്, പൊങ്ങി പോവുകയും ചെയ്യരുത്. പക്ഷെ നല്ല സ്നേഹിതരെന്ത് ചെയ്യും? ആമേൻ, അപ്രീഷിയേറ്റ് ചെയ്യും. ഒറ്റ വാക്കൂടെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അടുത്ത ഏതാ? FABCD മൊത്തം അറിയാവോ? ABCD മൊത്തം അറിയാവോ? എത്ര അക്ഷരമോ? ABCD എത്ര അക്ഷരമോ? 26 കൊച്ചു പറഞ്ഞു. ABCD 4 അക്ഷരമല്ലേ ഉള്ളൂ? ABCD 4 അക്ഷരമല്ലേ ഉള്ളൂ? ഓക്കെ. F for fearless friend. F for fearless friend എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത സ്നേഹിതൻ. കൂട്ടുകാരന് വേണ്ടി മരിപ്പാൻ കഴിയുന്ന. നമ്മൾ പറയല്ലോ, എൻ്റെ കൂട്ടുകാരന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? മരിക്കും. ഫിയർലെസ് ഫ്രണ്ട്. ഹൂ ഈസ് ദ ഫിയർലെസ് ഫ്രണ്ട്? നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകി തന്ന ഭയമില്ലാത്ത ഒരു സ്നേഹിതൻ. അതുകൊണ്ടാ പറഞ്ഞത്, സഹായിപ്പാൻ കഴിവുള്ള സ്നേഹിതൻ, സഹായിപ്പാൻ കഴിവുള്ള ഫിയർലെസ് ഫ്രണ്ട്. യേശുവാണ് ഒരു ഫിയർലെസ് ഫ്രണ്ടായിട്ട് നമുക്കുള്ളത്. സമയങ്ങൾ അത് അധികമായത് കൊണ്ട് ഞാൻ ഇനിയും വിശദമാക്കുന്നില്ല. ഇന്ന് പകൽ ഒരു നല്ല സ്നേഹിതൻ എനിക്കുണ്ടെന്നുള്ള എത്ര പേർക്ക് ഉറപ്പുണ്ട്? നമുക്കൊരു നല്ല സ്നേഹിതനാകാം. യേശു നിങ്ങളുടെ നല്ല സ്നേഹിതനാണ്. യേശു നിങ്ങളുടെ നല്ലൊരു സ്നേഹിതനാണ്. ഈ സ്നേഹിതനെ എനിക്ക് വേണം. കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. അബ്രഹാമിന് നല്ലൊരു സ്നേഹിതൻ ലഭിച്ചെങ്കിൽ ഇന്ന് നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങളുടെ ജീവിതത്തിൽ തോൽവി വന്നു കാണും, നിരാശ വന്നു കാണും, ഉപേക്ഷകൾ വന്നു കാണും, ചതിച്ചവർ കാണും, കൂട്ടുകാർ ചതിച്ചവർ കാണും, സ്നേഹിതർ ചതിച്ചവർ കാണും, നല്ല വാക്ക് പറയാത്തവർ കാണും, വഴിമാറിപ്പോയവർ കാണും സ്നേഹിതർ. പക്ഷേ ഒരു നല്ല സ്നേഹിതനെ ഞാൻ വരച്ചു കാട്ടുന്നു. ക്രൂസിൽ അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന്, ക്രൂസിൽ അവസാന തുള്ളി രക്തം വരെ നമുക്കായി ഒഴുക്കി തന്ന് തന്നെത്താൻ പരീക്ഷിതനായി തീർന്ന ഒരു നല്ല സ്നേഹിതൻ. യേശു നമ്മുടെ സ്നേഹിതനാണ്. യേശു നമ്മുടെ സ്നേഹിതനാണ്. ഇന്ന് പകൽ എനിക്ക് നല്ല സ്നേഹിതനാകണം. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. എനിക്ക് ആ സ്നേഹിതനെ വേണം. എനിക്ക് ബന്ധം വേണം. എൻ്റെ സുഹൃത്ത് ബന്ധം നഷ്ടപ്പെട്ടു പോയി. യേശുവുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം നഷ്ടപ്പെട്ടു പോയി. സ്നേഹബന്ധം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ഞാൻ തിരിച്ചു പിടിക്കുമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിച്ച് ഈ മെസ്സേജ് അവസാനിപ്പിക്കുകയാണ്. ഈ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ ചേർത്ത് പിടിക്കും. ഈ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് എനിക്ക് ഒരു നല്ല ബന്ധം വേണം. ഈ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധം വേണം. ഒരു നല്ല ബന്ധം വേണം. ആഗ്രഹിച്ചൊന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിക്കാമോ? ഈ നല്ല ഫ്രണ്ട് യേശുവാണ്. നല്ല ഫ്രണ്ട്. ചിലതൊക്കെ നഷ്ടപ്പെട്ടു, ചില ഭാരങ്ങൾ വന്ന് സാരമില്ല. ഇന്ന് പകൽ അബ്രഹാമിൻ്റെ സ്നേഹിതനായ ദൈവം അരുളി ചെയ്യുന്നു, നിങ്ങൾക്കും ദൈവത്തിൻ്റെ സ്നേഹിതരാകാം. ആർ യു അണ്ടർസ്റ്റാൻഡ്? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്കും ദൈവത്തിൻ്റെ സ്നേഹിതരാകുവാനായിട്ട് കഴിയും. യെസ്, ഞാൻ ആവർത്തിക്കുന്നു. ഏബിളായൊരു ഫ്രണ്ട്, കഴിയുന്ന, സഹായിപ്പാൻ കഴിയുന്ന, വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഫ്രണ്ട്, അതുപോലെ തന്നെ കരുതുന്ന ഒരു ഫ്രണ്ട്, കൂടെ വസിക്കുവാൻ കൊള്ളാവുന്ന ഒരു ഫ്രണ്ട്, എൻകറേജ് ചെയ്യുന്നൊരു ഫ്രണ്ട്. ഫിയർലെസ് ഫ്രണ്ട്, പേടിയില്ലാത്തൊരു ഫ്രണ്ട്. യെസ്, ഈ 6 കാര്യങ്ങൾ മറക്കരുത്.
ഇന്ന് പകൽ നിങ്ങളെ പരിശുദ്ധാത്മ സ്പർശിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്ന കരം ഉയർത്തിപ്പിടിച്ച് യേശു നിങ്ങളെ ചേർത്ത് പിടിക്കട്ടെ. ആ സ്നേഹിതനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കേണ്ടവർക്ക് ചുംബിക്കാം. അതെ, കെട്ടിപ്പിടിക്കേണ്ടവർക്ക് കെട്ടിപ്പിടിക്കാം. യേശു നല്ല സ്നേഹിതനാണ്. യേശു ബെസ്റ്റ് ഫ്രണ്ടാണ്. കരമുയർത്തിയെന്ന് പ്രാർത്ഥിച്ച് ജീവിതത്തിലെ പരാജയങ്ങളെ ഓർക്കണ്ട. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. He is your best friend. ജീവിതത്തിൽ ആരും കരുതിയില്ലെങ്കിലും ഒരു നല്ല സ്നേഹിതൻ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ കരുതുന്നു. ജീസസ്, യേശു നിങ്ങളെ സ്നേഹിക്കും. ആരും മറന്നാലും മറക്കത്തില്ല. ഇന്ന് പകലി എനിക്കും ദൈവത്തിൻ്റെ സ്നേഹിതനാകണം. എത്ര പേര് ആഗ്രഹിക്കുന്നു? അവൻ മറച്ചു വെക്കത്തില്ല. എനിക്ക് ദൂത് ബാക്കി പറയാൻ കഴിയുന്നില്ല. ഈ ബെസ്റ്റ് ഫ്രണ്ടിനോട് സകല സ്വകാര്യങ്ങളും തുറന്നു പറയും. യെസ്, നിങ്ങൾക്കറിയാമോ, അബ്രഹാമിനോട് സ്വകാര്യം തുറന്നു പറഞ്ഞു, മോശയോട് സ്വകാര്യം തുറന്നു പറഞ്ഞു. അതെ, പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാന് സകല സ്വകാര്യവും തുറന്നു പറഞ്ഞിട്ട് പറഞ്ഞു, വരുവാനുള്ളത് നിന്നെ കാണിച്ചു തരാ. വെളിപ്പാട് 4:1 പറഞ്ഞു, ഇതാ മേലെ സംഭവിപ്പാനുള്ള കാണിച്ചു തരാ. ഇതാ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പ്രത്യേകത. സകലതും കർത്താവ് അരുളി ചെയ്യൂ. നിങ്ങളോട് ചിലത് കർത്താവ് സംസാരിക്കൂ. വരാൻ പോകുന്നത് സംസാരിക്കൂ. തലമുറയെക്കുറിച്ച് സംസാരിക്കൂ. നിങ്ങളുടെ തലമുറ സുഖത്തോടെ വസിക്കൂ. നിങ്ങളുടെ ഭവനം സുഖത്തോടെ വസിക്കൂ. നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടൂ. ദേശത്ത് നന്മ പ്രാപിക്കൂ. മക്കൾ അനുഗ്രഹിക്കപ്പെടൂ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടൂ. ഇന്ന് പകൽ നിരാശയാണെങ്കിൽ നിങ്ങൾ സുഖത്തോടെ വസിക്കുമെന്ന് വചനം പറയുന്നു. ഭക്തൻ സുഖത്തോടെ വസിക്കൂ. യഹോവ ഭക്തൻ സുഖത്തോടെ വസിക്കൂ. ആമേൻ. അവന്റെ സന്തതി ഭൂമിയെ അവകാശമാക്കൂ. അവരോട് നിയമം അറിയിക്കൂ. കർത്താവ് നിങ്ങളോട് സംസാരിക്കൂ. രഹസ്യങ്ങളെ അറിയിക്കൂ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ചില രഹസ്യങ്ങൾ കർത്താവ് നിങ്ങളെ അറിയിക്കൂ. നിങ്ങളുടെ വീടിനകത്ത് ചിലത് അറിയിക്കൂ. ചില ശൂന്യതകളെ പണിയോ. സ്വർഗപിതാവേ, ഈ സാധുവിനെ ഇന്ന് പകൽ ബലപ്പെടുത്തി. അങ്ങ് നല്ലൊരു ഫ്രണ്ടാണെന്ന് പറഞ്ഞു. എനിക്കൊരു നല്ല സ്നേഹിതനുള്ളത് കൊണ്ട് സ്തോത്രം. ജീസസ്, എൻ്റെ ദൈവമക്കൾക്ക്, ഈ സന്ദേശം കേൾക്കുന്നവർക്ക് ഇത് കൈമാറുന്നു. യേശു ഞങ്ങളെ സഹായിപ്പാൻ കഴിവുള്ള സ്നേഹിതനാകൊണ്ട് ഈ ജനത്തെയും ഈ ശബ്ദം കേൾക്കുന്നവരെയും ചേർത്ത് പിടിച്ച് ഒരു വിശ്വസ്ത, സഹിത്വമുള്ള ഒരു ഫ്രണ്ടായി ഞങ്ങളുടെ കർത്താവ് കൂടെയിരിക്കും. ജനത്തെ അനുഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാരങ്ങൾ മാറട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. രഹസ്യങ്ങൾ കൈമാറട്ടെ. ഭയങ്ങൾ മാറട്ടെ. അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ.